Good evening, Miss. Good evening. Hi. Good evening, ma'am. Good evening, Miss. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Good evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Yes. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Prayer ചെല്ലിയോ? കഴിഞ്ഞോ? Yeah, yes, please. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻകരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മിസ്. സൈനിൻ പറയട്ടെ മാം. Okay. Good evening, everyone. Good evening, all. I'm Aisha. On behalf of the entire class, I welcome you, Jisha ma'am, to take care of class. അതിനു മുമ്പ് ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. Time is valuable. Anthony was very lazy boy and always used to postpone things. One day, his father called him and made him understand the value of the time. That one should always do things on time. Anthony promised his father that he would never postpone things. One day, he came to know that he had won the prize in a singing competition that was held the previous month. He was asked to collect the prize the same day. He didn't care and went to collect the prize the next day. But the prize became useless for him, as it was a ticket to circus show which was held the previous day. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ബി ഓൺ ടൈം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ടൈമിന് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ബി ഓൺ ടൈം. ആൻഡ് വൺസ് അഗൈൻ ഐ വെൽക്കം യു ജിഷ മാം ടു ടേക്ക് കെയർ ഓഫ് ക്ലാസ്. ആൻഡ് മാം, താങ്ക് യു ഫോർ ബീയിങ് എ ഗൈഡ് ലൈൻ ലൈറ്റ് ആൻഡ് സോഴ്സ് ഓഫ് എ വിസ്ഡം. താങ്ക് യു മാം. ഐ വെൽക്കം യു. Okay. Nice story. And Aisha, let me know, is this your own story? You created this? അല്ല മാം, ഞാൻ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്ന കൂട്ടത്തിൽ എടുത്തു വെച്ചതാ. കുറച്ച് സ്റ്റോറീസ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മള് ക്ലാസ് തുടങ്ങിയപ്പോ ഒരു സുന്ദരി വാവ വന്നു. അതായിരുന്നു ആരാ സുന്ദരി എന്ന് ചോദിച്ചേട്ടോ. എന്റെ താഴെ ഞാൻ വേറെ കുറെ കമന്റ്സ് കണ്ടു. അതാ ഞാൻ പറയാൻ കാരണം.
പ്രയർ ചൊല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് വേഗം വീഡിയോ ഓൺ ചെയ്തത്, കാരണം ഞാൻ ഓടി വന്ന നമസ്തേ പറഞ്ഞത് അവള് നന്നായി നമസ്തേ പറയും. അതെ. ഓക്കെ, വെരി ഗുഡ്. Okay, Veena, let me say, actually, I was not here today. I just how to went out, and I actually Friday I'm going to take session in one school. So actually, I just came back. It's about half an hour only, so I couldn't just clarify your concern. Okay, so tomorrow I will do. Okay, ma'am. Thank you so much. Okay, so start. Anything else? Signing story ആയിരുന്നു. ടീച്ചർ ഇന്നലെ എടുത്തത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഫോക്കസ് സോൺ എന്നുള്ളതല്ലേ? അതിനുശേഷം എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ എയിമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇവിടെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാവൂടാ. ടീച്ചർ എയിം ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് എടുക്കണേ. So before going to this educational management, actually നമ്മള് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഓക്കെ, വൺസ് അഗൈൻ അരുണ ഒന്ന് മ്യൂട്ട് ചെയ്യാവൂടാ. രണ്ട് കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് പറയാനുണ്ട്. പി സിയിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു നൈറ്റ് ആകുമ്പോൾ ഡേ ടൈമിൽ ജോലിക്ക് കയറുന്നുണ്ടല്ലോ. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഫസ്റ്റ് വൺ, ഇറ്റ്സ് അബൌട്ട് ദ കറന്റ് സിസ്റ്റം ഓഫ് അവർ സ്കൂൾസ്. ഞാനൊരു സ്കൂളിൽ ഇന്ന് ഫ്രൈഡേ ഞാനൊരു സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അതൊരു മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളാണ്, ബട്ട് മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ സ്കൂള് നല്ലതാണ്, കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ചില കുട്ടികള് കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആകും. ഞാൻ വൺസ് ഇൻ എ വീക്കാണ് അവിടെ പോകുന്നത്, ഫ്രൈഡേ മാത്രം ഒരു ഗ്രൂപ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോ പലപ്പോഴും ഈ കണ്ടിന്യൂസ് ആബ്സെന്റ് ആവുന്നു. പാരന്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആബ്സെന്റ് ആവണം എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആബ്സെന്റ് ആകുമ്പോൾ ടീച്ചേഴ്സ് ഒന്നും അന്വേഷിക്കാറ് പോലുമില്ല. വോയിസ് ബ്രേക്ക് ആവുന്നു. വോയിസ് ആണോ? വോയിസ് ബ്രേക്ക് ആവുകയാണോ? അരുണ ഓക്കെ, അരുണ മ്യൂട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു അരുണ. അപ്പൊ ഇങ്ങനെ കുട്ടികൾ കണ്ടിന്യൂസ് ആബ്സെന്റ് ആകുമ്പോൾ ക്ലാസ് ടീച്ചർ അല്ല, സബ്ജക്ട് ടീച്ചർ അല്ല, ആരുടെയും ഒരു കോള് പോകുന്നില്ല കുട്ടിയുടെ പാരന്റിന്റെ സൈഡിലേക്ക്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? നിങ്ങൾ എന്ത് പറയണു? എന്ത് ചെയ്യണം? ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്ത് ഇന്റർവെൻഷൻ ആണ് ചെയ്യേണ്ടത്? അങ്ങനെ കുട്ടികൾ കണ്ടിന്യൂസ് ആബ്സെന്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഇന്ന് എന്റെ മോന് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ടീച്ചറ് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞേക്ക് എനിക്ക് മെസ്സേജ് ഇട്ടു, മോനെന്താ വരാത്ത, പനിയാണ്. കാരണം അവന് 1 വീക്ക് ആയിട്ട് പനിയായിരുന്നു. അപ്പൊ ഇപ്പൊ 2 ദിവസമേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്നും വീണ്ടും ആള് ലീവ് ആയപ്പോ മാം ഡയറക്റ്റ് എനിക്ക് കോൾ ചെയ്ത് ചോദിച്ചു, മോൻ എന്ത് പറ്റി, പനിയാണോ, വീണ്ടും പനിച്ചോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവൻ ചോദിക്കുമ്പോ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതെ അതെ. അപ്പൊ ഞാനിത് അവിടുത്തെ
എന്റെ മോനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴ് ബാൻഡ് പഠിക്കാനോട് ആ സ്കൂളിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അവൻ ബാൻഡ് പഠിപ്പിച്ച് ബാൻഡ് ലീഡർ ആക്കിയിട്ട് അവനെ അപ്പൊ അവൻ തന്നെ പഠിപ്പിക്കാനായിട്ട് അവനെ മറ്റുള്ള പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ച്. അപ്പൊ ഇവൻ ഈ പഠിപ്പീരങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഞാനറിയാതെ ഇവൻ ബാൻഡ് പഠിപ്പിക്കാൻ തന്നെ. ഇപ്പൊ സ്കൂളിൽ ആദ്യം പിന്നെ പേരൻസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഫോൺ കോൾ വന്നപ്പോൾ ഇവൻ എങ്ങനെയോ ഈ ഫോൺ കോൾ അവൻ എടുത്തു. അപ്പോഴുടനെ അവര് അഡീഷണൽ ആയിട്ട് എങ്ങനെയോ എൻക്വയറി നടത്തി ചെയർമാൻ തന്നെ ഇവനെ വിളിച്ച് മമ്മിയുടെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ബാൻഡ് പഠിപ്പിക്കാൻ ഇറങ്ങുന്നു എന്നെ അറിയിച്ചു. ഇവിടെ എന്റെ മോളുടെ സ്കൂളില് ടീച്ചേഴ്സ് വിളിച്ചു ചോദിക്കാറില്ല. ആബ്സെന്റീസിന്റെ ഞാൻ ഇവിടെ ഖത്തറിലാണ്. അവിടെ ടീച്ചേഴ്സ് ഒന്നും അന്വേഷിക്കുക അങ്ങനെ. സ്കൂൾ അടിപൊളിയാണ്, ക്ലാസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എങ്കിൽ ആബ്സെന്റ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആകുന്നത് ഇതുവരെ മെസ്സേജോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. ഇങ്ങനെ ആബ്സെന്റീസിന്റെ പേര് ഗ്രൂപ്പിൽ ഇടുന്നല്ലാണ്ട് എന്തുകൊണ്ട് ആബ്സെന്റ് ആവുന്നതെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ആബ്സെന്റ് ആകുമ്പോ പേരൻസ് പറയണമെന്ന് പറയല്ലോ ടീച്ചേഴ്സ്, എന്തുകൊണ്ടാണ് കുട്ടികൾ ആബ്സെന്റ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ വിളിച്ച് പറയണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കണം എന്ന് ടീച്ചർ പറയാറുണ്ട്. അതെ, നമ്മൾ പണ്ടൊക്കെ ലീവ് ലെറ്റർ കൊടുക്കണമായിരുന്നല്ലോ. അതെ അതെ, പണ്ട് ലീവ് ലെറ്റർ കൊടുക്കണമായിരുന്നല്ലോ പിറ്റേ ദിവസം പോകുമ്പോ. ഇവിടെ മോന്റെ സ്കൂളിന്റെ ഡയറിയിൽ ആ ഒരു ഫോമാറ്റ് ഉണ്ട്. ആബ്സെന്റ് ആകുന്ന ഡേ ആരെങ്കിലും പാരന്റ്സിൽ ആരെങ്കിലും സൈൻ ചെയ്ത് കൊടുത്തോളും. ടീച്ചർ റീസൺ പറഞ്ഞിട്ട് സൈൻ ചെയ്യണം ഏത് ഡേ ആന്നുള്ളത്. അപ്പൊ അത് ടീച്ചറെ കൊണ്ടുപോയി പിറ്റേ കുട്ടി ചെല്ലുമ്പോൾ കാണിക്കുന്നു. ടീച്ചറും അത് നോക്കി അത് ഇനീഷ്യലി ചെയ്ത് വിടും. അങ്ങനെ ചെയ്യുന്നു. ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 വീക്സ് ഒരു കുട്ടി കണ്ടിന്യൂസ് ആബ്സെന്റ് ആയിട്ട് ആ ക്ലാസ് ടീച്ചർ കുട്ടിയുടെ പാരന്റിനെ വിളിച്ചൊന്ന് അന്വേഷിച്ചു പോലുമില്ല. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ അതൊക്കെ അറിഞ്ഞിട്ട് ഞാനത് നമ്മൾക്ക് മാനേജ്മെന്റുമായിട്ടാ കണക്ഷൻ. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുന്ന മാനേജ്മെന്റ് ആണ്, സ്കൂൾ മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതൊരു നല്ല സ്കൂളാണ്. നല്ല രീതിയിൽ എല്ലാം അക്കാദമിക്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം നല്ല നല്ല റിസൾട്ടും ടോപ്പ് ലെവലിലൊക്കെ എത്തുന്ന ഒരു സ്കൂളൊക്കെ തന്നെയാണ്. ബട്ട് ടു സി ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെയുണ്ട്. അപ്പൊ അത് മാം എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണ്ടായിരുന്നു മാം. ഹലോ മാം, 2 days ബാക്ക് എൻ്റെ മോള് സ്കൂളിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ല ഞാനിപ്പോ വർക്കിന് പോകുന്നുണ്ടെന്ന്. സ്കൂളില് സെയിം സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അപ്പൊ ഞാൻ മോളെ വിട്ടിട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു 11 o'clock ആയപ്പം എനിക്ക് മെസ്സേജ് വന്നു, മോൾ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല, ആബ്സെന്റ് ആന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ ഒരു മിനിറ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് എന്റെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ. എന്നിട്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ മോള് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എനിക്ക് ഒന്ന് നേരെ ശ്വാസം വന്നിട്ട് ഞാൻ ക്ലാസ് ടീച്ചർ അന്വേഷിച്ച് ക്ലാസ് ടീച്ചറുടെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, മിസ്സേ മോള് വന്നിട്ടുണ്ടല്ലോ, പിന്നെ മോള് ആബ്സെന്റ് ആന്ന് പറഞ്ഞ് എനിക്ക് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഓക്കെ, അവർക്ക് മൊബൈലിൽ തന്നെ അവരുടെ ആപ്പ് വഴിക്ക് ഇങ്ങനെ പ്രസന്റ് ആബ്സെന്റ് എന്നൊക്കെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ മോളുടെ മുന്നിലുള്ള പേരും മോളുടെ പേരും തമ്മിൽ സെയിം സ്പെല്ലിങ്സിന്റെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതില് അവര് മാറിയിട്ടതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്, എന്റെ ഹാർട്ട് നിന്നു. ഞാൻ കുഞ്ഞ് കേറിയില്ലയോ, ഇതിനി ബസ് മിസ്സായോ, ഇടയിൽ ഇനി എങ്ങനെ ഇറങ്ങിപ്പോയോ. 1ലാണ് പഠിക്കുന്നത്. പേടിച്ചു പോയി ഞാൻ. അപ്പൊ എന്നിട്ട് ടീച്ചറിന് സോറി കേട്ടോ, ഞാൻ ഇത് അറിയാതെ അങ്ങ് മാറിപ്പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഇൻസിഡന്റ് ഇപ്പൊ ഉണ്ടായതാണ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് മീൻസ് അവരെന്തെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു മൈക്രോ ലെവൽസും മാക്രോ ലെവൽസിലെ പല കാര്യങ്ങളും മൈക്രോ ലെവൽസിലെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞു. അപ്പൊ സിജി പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഇരിക്കും എനിക്കുണ്ടായി. ഞാൻ അവിടെ സെഷനിൽ ഇരിക്കുക 3:30 തുടങ്ങി 5:30 വരെ ഞാൻ ഈ കുട്ടികളുടെ അടുത്ത്. ആ സമയത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ എന്റെ ഫോണിൽ എന്റെ മോന്റെ സ്കൂളിന്റെ നമ്പറിൽ നിന്ന് കോള് വരുക. ഒരു 5:30 ആവാറായിട്ടോ. പ്രണത് വീട്ടിലെത്തിയോന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കൊച്ചു സ്കൂൾ ബസ്സിന് വരുന്നേ. ഞാൻ ഓർത്തേ അവൻ സ്കൂൾ ബസ്സിൽ കയറിയില്ലേ, എന്താ പറ്റിയേ? അവന് സിസ്റ്റർ ഞാനൊരു ക്ലാസ്സിലാണ്. ഓക്കെ, ഞാൻ വേറെ ആരോടെങ്കിലും അന്വേഷിച്ചോളാന്ന് പറഞ്ഞേ. അവരങ്ങ് വേഗം ഫോൺ വെച്ചു. ഞാൻ വേഗം ഇപ്പൊ വീട്ടിലെ മോളുണ്ട്, ഞാൻ വേഗം അവളെ വിളിച്ചു. അവളെ വിളിച്ചപ്പോഴേക്കും അവളിങ്ങനെ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ കോള് വന്നപ്പോ അവൾ എന്നെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. എനിക്ക് എന്റെ പിടി വിട്ടുപോയി. ഞാൻ പറഞ്ഞു അവൻ വന്നോന്ന് നീ ആദ്യം പറയാൻ പറഞ്ഞു. എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ അവള് വിചാരിച്ച അവനെ ഞാൻ പാമ്പർ ചെയ്യുന്ന പോലെ അവൻ എത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അപ്പൊ തന്നെ സിസ്റ്ററെ തിരിച്ചു വിളിച്ചു.
തിരിച്ചു വിളിച്ചിട്ടാണ് സിസ്റ്റർ അവൻ വീട്ടിലെത്തിയിട്ടുണ്ട്, സ്കൂൾ ബസ്സിനാണ് വരുന്നത്. ഓ പ്രണത് സ്കൂൾ ബസ്സിനായിരുന്നു. ഈ സൈക്കിളിൽ പോകുന്ന കുട്ടികളുണ്ട് ഇപ്പൊ, അതിൽ ഏതോ ഒരു കൊച്ചി വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പാരന്റ് അന്വേഷിച്ചു വന്നതാ. അപ്പൊ ഇവനും സൈക്കിളിലായിരിക്കും. അപ്പൊ അവർക്ക് അത്രയും പോലും അവർ നോക്കുന്നില്ല, കുട്ടി സ്കൂൾ ബസ്സിനാണോ അല്ലയോ പോകുന്നതെന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. എന്തായാലും എനിക്ക് പിന്നെ അവൻ വീട്ടിലെത്തിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സമാധാനം. സോ അത് ചെറിയ ചെറിയൊരു പാളിച്ചകൾ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ സിറ്റിയുടെ കേസ് വന്നതുപോലെ അതുപോലെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ മോള് 3-ലാണ് പഠിക്കുന്നത്. അപ്പം അവൾക്ക് കഴിഞ്ഞ ഒരു 2 മാസം മുൻപ് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് നല്ലപോലെ ഇരിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് പനി വന്നു, ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഫിക്സ് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്ക്. അപ്പം ടീച്ചർ വിളിച്ചു പറഞ്ഞു മോളെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഒരാഴ്ച സ്കൂളിൽ പോയില്ല. ഈ ഒരാഴ്ചയും ടീച്ചേഴ്സ് തിരക്കിയിട്ടേ ഇല്ല. എന്തു പറ്റി, കുട്ടി ഇങ്ങനെ സുഖമില്ലാതെ പോയതാണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഓരോ ടീച്ചേഴ്സിന്റെയും സമീപനങ്ങൾ ഓരോ രീതിയിലാണ്. ആ സ്കൂൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ ലൊക്കാലിറ്റിയില് കോളനിയിലുള്ള ഒത്തിരി പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പം അവിടെയുള്ള ഒത്തിരി പേര് കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും, അവർക്ക് ബുക്ക് ഇല്ലെങ്കിലും ബാഗ് ഇല്ലെങ്കിലും. അപ്പൊ അത്രയും സ്കൂളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടും സ്കൂളിന് ബാഗ് കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബാഗൊക്കെ കൊടുക്കും. എന്നിട്ടും ഇത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടും ആ കുട്ടി എന്തുകൊണ്ടാണ് വന്നില്ല, എന്ത് പറ്റി, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ഒന്നും വിളിച്ചു തിരക്കില്ല. അങ്ങനെ PTA മീറ്റിങ്ങിന് പോയപ്പം ഈ ഒരു പ്രശ്നം പറയും, അവസാനം ടീച്ചേഴ്സിനെല്ലാം നമ്മളോട് ശത്രുതയാവുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. മാം, എനിക്ക് പറയാനുള്ള, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെറിയ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാനേജ്മെന്റിൽ നിന്ന് തന്നിരിക്കുന്ന ഇത് എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുത്തു കഴിയുമ്പം ആ ദിവസം ആബ്സെന്റ് ആയിരിക്കുന്ന കുട്ടികളുടെ പേര് ഓരോ ക്ലാസ് വൈസ് ഓരോ ടീച്ചേഴ്സും മാനേജ്മെന്റിനെ ഏൽപ്പിക്കണം, ഞങ്ങളുടെ മാമിനെ ഏൽപ്പിക്കണം. അപ്പം ഓൾറെഡി പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ വരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരി അത് നോക്കിയിട്ട്, ആ പേര് നോക്കിയിട്ട് അവരുടെ മെസ്സേജസ് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആണ് ആബ്സെന്റ് ആവുന്നതെങ്കിൽ ഞങ്ങളോട് വന്ന് പറയും. ഞങ്ങൾക്കൊരു സ്റ്റുഡൻസ് റെക്കോർഡ് ഉണ്ട്, എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എല്ലാ ക്ലാസ്സിലെയും ടീച്ചേഴ്സിന്റെ കയ്യിലുണ്ട്. ഫോൺ നമ്പർ, ഫാദറിന്റെയും മദറിന്റെയും ഗ്രാൻഡ് പേരൻസിന്റെ അടക്കം ഫോൺ നമ്പർ, പിന്നെ അവരെന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു സ്റ്റുഡൻസ് റെക്കോർഡ് ഉണ്ട്. അപ്പം 1-2 ദിവസം ആബ്സെന്റ് ആവുന്ന കുട്ടികളെ, 1-2 ദിവസത്തിൽ കൂടുതൽ ആബ്സെന്റ് ആവുന്ന കുട്ടികളെ ഞങ്ങള് സ്കൂൾ ഫോണിൽ നിന്ന് സ്കൂളിന്റെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കണം. അങ്ങനെ ഞങ്ങളോട് മാനേജ്മെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് അന്വേഷിക്കും, വിളിച്ചിട്ട് ചോദിക്കും എന്തുകൊണ്ട് കുട്ടി 2 ദിവസമായിട്ട് ആബ്സെന്റ് ആണല്ലോ, എന്ത് പറ്റിയതാണ് എന്നെല്ലാം കറക്റ്റ് അറിഞ്ഞിട്ട് ഞങ്ങളത് മാമിനെ അറിയിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ മാനേജ്മെന്റ് ചെയ്യുന്നത്. ശരിക്കും നെക്സ്റ്റ് അഡ്മിഷന് ഈ ഒരു മാനേജ്മെന്റ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നെക്സ്റ്റ് അഡ്മിഷൻ അത് വളരെ അവർക്ക് അതൊരു വലിയ പരസ്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഇങ്ങനെ അത് ഞാൻ ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് മൈന്യൂട്ട് കാര്യങ്ങളും വരെയും ശ്രദ്ധിച്ച് വേണം എയിം ചെയ്യാന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം അബൌട്ട് അവർ ടൂൾസ്. കുറെ ക്വറീസ്, കുറെ കൺസേൺസ്, കുറെ ഡൗട്ട്സ്, അത് ചില ഫ്രസ്ട്രേഷനിലൂടെ ചില അതൊക്കെ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചിലയിടങ്ങളിൽ നല്ലൊരു സമീപനം, നല്ലൊരു അപ്രോച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നല്ലൊരു അപ്രൈസൽ കിട്ടുന്നുണ്ട്. പക്ഷെ ചിലയിടത്തുനിന്ന് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അത് ഡിപ്പെൻഡ്സ്. പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. നമ്മുടെ കോഴ്സിന്റെ രീതി ഞാൻ പറയാം. നമ്മൾ ഇതിന്റെ മെത്തേഡ്, അത് നമ്മൾ ആ തിയറട്ടിക്കൽ ആ മെത്തേഡ് നമ്മൾ ഇന്ററാക്റ്റീവ് സെഷനിലൂടെ തന്നെ പോകണം. ആ മെത്തേഡ് പോയി വന്നപ്പോഴാണ് നമുക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും മോഡ്യൂൾ 3 ആകുമ്പോഴാണ്. അപ്പൊ മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കുന്നുണ്ട്. ലൈക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, വേർഡ് റീഡിങ്. പുതിയ ബാച്ചിന് അത് ഫെമിലിയർ ആയിട്ടില്ല, നിങ്ങൾക്ക് ആവുന്നേ ഉള്ളൂ. വേർഡ് റീഡിങ് കാർഡ്സ്, പിക്ചർ റീഡിങ് കാർഡ്സ്, അതുപോലെ നമ്മൾ സ്നോഫ്ലേക്സ് ഉണ്ടാക്കിയ ഒരു ബാച്ചിൽ നമ്മൾ അങ്ങനെ പേപ്പർ കൊണ്ടുള്ള ഓർഗാൻ കൊണ്ടുള്ള വർക്കുകൾ, പിന്നെ പരസ്പരം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയുന്ന പലരും ഇതിനകത്ത് ഉണ്ടാവും. ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, ക്രാഫ്റ്റ് വർക്കുകൾ,
ബെസ്റ്റ് ഓഫ് ടോപ്പ് വേസ്റ്റ്, അതിൽ നിന്നും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഫേസ് മാസ്കിന്റെ കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളോട് ഒരു സ്റ്റോറി നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച്, അനിമൽസ് ഉള്ള സ്റ്റോറീസ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സിനനുസരിച്ച് ഫേസ് മാസ്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്റ്റോറി കുറച്ചുകൂടെ ലൈവ്ലി ആകും. സോ അങ്ങനെയൊക്കെ മാസ്കുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ കയറിയ മിക്ക ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് സംഹൗ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിനീസിന്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ആ ഹോൾ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഫെമിലറൈസേഷനും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മോഡ്യൂൾ 3 ആവുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വൺസ് ഒരു തിയറി മനസ്സിലാക്കിയാലല്ല അതിന്റെ പ്രാക്ടിക്കല് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മോഡ്യൂൾ 3 ആകാൻ മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു 6 month 5 month കഴിഞ്ഞിട്ടേ മോഡ്യൂൾ 3ലേക്ക് നമ്മൾ എത്തുള്ളൂ. കാരണം അത്രയ്ക്ക് വാസ്റ്റ് ആണ് മോഡ്യൂൾ 1 പാർട്ട്. അതിന്റെ മോണ്ടിസോറി മെത്തേഡും അതിന്റെ ഇൻട്രൊഡക്ഷൻ, അപ്രോച്ചസ്, അതിന്റെ ഫിലോസഫി, അതിന്റെ സൈക്കോളജി എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ മെറ്റീരിയൽസ് കാണുമ്പോൾ എന്തിനാണ് ഈ മെറ്റീരിയൽ ഒരു കുട്ടിക്ക് കൊടുക്കണേന്ന് നമുക്ക് മനസ്സിലാകണമല്ലോ. സോ അതിന് ഈ അപ്രോച്ചസും ഇതിന്റെ ആപ്ലിക്കേഷൻസും ഫിലോസഫിയും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇനി കയറാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വേറെ ഒന്നുമല്ല, ആ ഒരു വിഷമം ഉണ്ടായ കുട്ടി ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അതായത് സ്കൂളിൽ ചെന്നപ്പം ശരി അവിടെ നിന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ അറിഞ്ഞു. ഡോണ്ട് വറി, ഞങ്ങളുടെ ജൂലൈ 25th ബാച്ചിലാ മാം. ആണോ? ഓക്കെ ഓക്കെ. ഞങ്ങളുടെ ബാച്ച് MT8 ഒരു കുട്ടി അന്വേഷിച്ചപ്പോ ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ എത്ര ബാച്ചുള്ളത്? MT1 MT3യിലെയും കുട്ടികൾ ഇവിടെ ഉണ്ട്. PGക്ക് MT4ലെയും കാണും. ഇവരെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുക ടീച്ചിങ് പ്രാക്ടീസ്. പക്ഷെ ഓരോ സ്കൂളിലും ഓരോ റൂൾ ഉണ്ടാവില്ലേ ചെയ്യേണ്ട? ചില സ്കൂളുകളിൽ അങ്ങനെ കേട്ടുന്നില്ല ഓൺലൈനിൽ. ചിലപ്പോ ഏറ്റവും വലിയ സ്കൂളുകളിലായിരിക്കും എനിക്ക് തോന്നുന്നത്. വലിയ വലിയ സ്കൂളുകളിൽ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. പറയാനുള്ള റീസൺ അത്രയും നമ്മൾ കണ്ടാ മതി, അടുത്തതിലേക്ക് പോവുക. ഫസ്റ്റ് സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയില്ല, അതിനോർത്ത് ഒരു ബോധറേഷനും വേണ്ട, അതിനെപ്പറ്റി വറി ചെയ്യുകയോ വേണ്ട. നെക്സ്റ്റ് സ്കൂൾ അപ്രോച്ച് ചെയ്യാം. ടീച്ചർ, ഞാൻ 1-ാം തീയതി തൊട്ട് പോകുന്നുണ്ട്, ജനുവരി 1 തൊട്ട്. അപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പോകുന്നത്. 1 തൊട്ട് 4 വരെ ഉള്ളത് LP സ്കൂളാണ്. അപ്പം അവിടെ ഞാൻ പോയപ്പോ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല, എത്ര നേരം ഒന്നും ചോദിച്ചിട്ടില്ല, എന്ത് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ സ്കൂളിലെ MPTA പ്രസിഡന്റ് കൂടി ആയതുകൊണ്ടാവും ചിലപ്പോ, എനിക്കറിയില്ല. എന്നോട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു, വന്നോളൂ എന്ന് പറഞ്ഞു. ഇനിയുള്ള 3 മാസം വന്നോളൂ എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഒന്നും ചോദിച്ചിരുന്നില്ല എത്ര നേരം. സിസ്റ്റർ, ഞാൻ പോയപ്പോഴും എനിക്ക് അവിടെ LKG UKG GK എടുക്കണം എന്നാ പറഞ്ഞത്. അത് വളരെ നന്നായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളായിട്ട്, ഓരോ കുട്ടികളെയും ഓരോ ക്ലാസ്സില് കുറച്ചുകൂടെ ഓരോരോ കാര്യം ഒതുങ്ങിയിരിക്കില്ലല്ലോ ചെറിയ കുട്ടികൾ. ഓരോ കാര്യങ്ങളും ഓരോ മിഠായിയൊക്കെ, നല്ല കുട്ടികൾക്ക് മിഠായിയൊക്കെ തരാം, പെൻസിലൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒതുക്കിയിരുത്തേക്കാണ്. ഓക്കെ, അപ്പൊ ഇതൊന്നും എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനതിൽ യൂണിഫോം ഇല്ല, ടാഗ് ഇല്ല. യെസ്, ആക്ച്വലി ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. ലൈക്ക് എനിക്ക് സൺഡേസ് ആൻഡ് ഹോളിഡേസ് ആയിരുന്നു ക്ലാസ്, ഫുൾ ഡേ വരും. ഞങ്ങൾക്ക് യൂണിഫോം ഇല്ലായിരുന്നു. ഞങ്ങളുടെ റെഗുലർ ബാച്ച് മൺഡേ ടു ഫ്രൈഡേ ബാച്ചിന് മാത്രമേ യൂണിഫോം ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ അത് ശരിയാട്ടോ. യൂണിഫോം, ടാഗ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കാം. യൂണിഫോം അല്ല, ID കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, ചോദിക്കുമ്പോ പറയുന്നുണ്ട്. ടാഗ് അവര് ചോദിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അതൊക്കെ പറയാം. യൂണിഫോം അല്ല, പക്ഷെ ടാഗ് അവര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ശരിയാ. നമുക്കൊരു നെഗറ്റീവ് ഒരു ഇത് വരുമ്പോഴേക്കും നമ്മൾ ആകെ പെട്ടെന്ന് ഡൗൺ ആയി പോകും. ദാറ്റ്സ് ഇറ്റ്. മാം പറഞ്ഞ പോലെ ചില സ്കൂളുകളിലേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കേട്ടോ. ഞാൻ ഈ നമ്മുടെ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇന്റർവ്യൂ വന്നതും ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ആവുന്നതും. ഞാൻ കോൺഫിഡൻസോട് പറഞ്ഞു, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് തന്നെയാണ് ചെയ്യുന്നത്. അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. TTCയുടെ മോണ്ടിസോറി വേർഷൻ ആണ്, പക്ഷെ എനിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് പരിചയമുണ്ട്. അപ്പം മാം പറഞ്ഞ പോലെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല മാനേജ്മെന്റ് അത് അക്സെപ്റ്റ് ചെയ്തു, അവരെന്നെ എടുക്കുകയും ചെയ്തല്ലോ. ഞാൻ മാമിനോട് പറഞ്ഞില്ലേ ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം തന്നെയാണ് ഞാൻ ജോയിൻ ആയത് അവിടെ. ഇന്റേൺഷിപ്പ് ചെയ്യാനും നോക്കാന്ന് പറഞ്ഞു. ചില സ്കൂൾ ഫുൾ നെഗറ്റീവ്, അയ്യോ ഓൺലൈൻ ആണോ അവർക്ക് അറിയില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അവിടെ.
അതിനെ കുറിച്ച് ഓർത്ത് ബോധറിയണ്ട. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്തായാലും തിരിച്ചറിയുള്ളൂ. ഇവിടെ പലരും ഫസ്റ്റ് ചെല്ലുമ്പോ തന്നെ ഓൺലൈൻ ആണോ, ഓൺലൈനിലൊക്കെ എങ്ങനെയാ, ബട്ട് അവരുടെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതേ ഭയങ്കര അപ്രൈസൽ ആയിരുന്നു. നമ്മുടെ കുറെ പേർക്ക് ആ ഒരു ഇതുണ്ടാവുമായിരിക്കും. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്റേൺഷിപ്പ് ഗ്രേഡിംഗ് ഷീറ്റ് അത് മസ്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കണോ അവിടെ HM-ന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരുന്നതല്ലേ ഗ്രേഡിംഗ് ഷീറ്റ്, ഓരോ ഏരിയാസിൽ നിങ്ങളുടെ പെർഫോമൻസ്. യെസ്, അതെ അതെ. അല്ല അത് നമുക്ക് ഇതില് മസ്റ്റ് ആയിട്ടും വേണം എന്നുണ്ടോ നിർബന്ധമായിട്ടും? ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് തരുന്നുണ്ടല്ലോ എല്ലാരും. തരുന്നുണ്ട്. ഓക്കെ. അല്ല ഞാൻ ചോദിച്ചത് അത് മസ്റ്റ് ആണോ നമുക്ക്, അത് നമ്മുടെ മാർക്കുമായിട്ട് എന്തെങ്കിലും? മാം അത് നമ്മൾ ഈ മോണ്ടിസോറിയുടെ ഇപ്പം ഇന്റേൺഷിപ്പിന് പോകും അല്ലെങ്കിൽ നമ്മൾ ട്രെയിനി ആയിട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തത് എന്ന് അവരോട് പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യേണ്ടത് കാര്യമുണ്ടോ? നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പൊ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ TTC ആണ്, അല്ലെങ്കിൽ മോണ്ടിസോറി TTC, അല്ലെങ്കിൽ PG TTC അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഓൺലൈനായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറേണ്ട കാര്യം? പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം മിക്കതും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് ഗ്രൗണ്ട് ലെവലിൽ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈവൻ ഞാൻ പഠിച്ച ഇത് തന്നെയും അവരെല്ലാം ഓൺലൈനായി മാറിക്കഴിഞ്ഞു. സോ അത് പറയുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് പറയാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെ നമ്മളുടെ പെർഫോമൻസ് അല്ലേ കാണുന്നത്. അപ്പൊ അവർക്ക് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ ചോദിച്ച പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് കേട്ടോ, പല ആളുകളും ഉണ്ട്. Okay friends, so come back to our chapter. So educational management aim set, അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്കൊന്ന് ഇങ്ങോട്ട് ഒന്ന് നോക്കാം. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, പല ലെവൽസിലും എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യേണ്ട പല ലെവൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അത് ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഒരു കാര്യമായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അവിടുത്തെ ലേണേഴ്സ് എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അവരിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, മീൻസ് അവർ ആബ്സെന്റ് ആകുന്നതോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ഓർ മെന്റലി എന്തെങ്കിലും ഒരു കാണിക്കുവാണെങ്കിൽ ഫസ്റ്റ് അത് മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവരാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റും. സോ അങ്ങനെ നമ്മൾ പല ഏരിയയിലും എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് എയിം എന്താണെന്ന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എയിം എന്താണെന്ന് നമ്മൾ പറയുമായിരുന്നു. ആസ് യൂഷ്വൽ ജനറൽ മാനേജ്മെന്റിന്റെ എയിം പോലെ എല്ലാ കാര്യങ്ങളും പ്ലാനിങ്, ഓർഗനൈസിങ്, കൺസ്ട്രക്ഷൻ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എൻഹാൻസ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക പബ്ലിക്കിലൊരു ഇമേജ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതില് പബ്ലിക് ഇമേജ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല സമയത്തും ലോ ആകുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് കുട്ടി ആബ്സെന്റ് ആന്ന് പറഞ്ഞു, എട്ടിപ്പോയി, വീട്ടിലെത്തിയോന്ന് വിളിച്ചു ചോദിക്കുന്നപ്പോഴേക്കും നമ്മൾ പാനിക് ആവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ കുട്ടി ആബ്സെന്റ് ആയാലും വിളിച്ചു ചോദിക്കുന്നില്ല, സ്കൂളിൽ വെച്ച് സുഖമില്ലാതെ പോയിട്ടും അവർ വിളിച്ചു ചോദിക്കുന്നില്ല എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് നല്ല രീതിയിലുള്ള അപ്രോച്ച്, കുട്ടി ഒരു ദിവസം വന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് കോൾ ചെയ്യും അങ്ങനെ. പിന്നെ ചിലയിടത്ത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ടീച്ചറിന്റെ കോള് വരും അത്രേ, കുട്ടിയുടെ പെർഫോമൻസിനെ പറ്റി പറയാനും എങ്ങനെയുണ്ട് വീട്ടിൽ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള അപ്രോച്ചുകളുള്ള ചില സ്കൂളുകളും ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എല്ലാ ആഴ്ചയിലും ക്ലാസ് ടീച്ചർ പാരന്റ്സിനെ വിളിച്ച് സംസാരിക്കും, കുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെയുമുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ എത്ര കുട്ടികളുടെ പാരന്റ്സിനെ വിളിക്കണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള സ്കൂളുകളുമുണ്ട്. അപ്പൊ ഇവര് ആ ഒരു പബ്ലിക്കൽ ഇമേജ്, യെസ് എക്സ്ക്യൂസ് മീ, ഇപ്പൊ ഇതായിട്ട് ഒരു സംഭവം ഞാൻ പറയാം. ഇപ്പൊ മക്കളുടെ സ്കൂളിൽ ഇപ്പൊ അവര് 10th അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ 5 കുട്ടികൾക്ക് ഒരു ടീച്ചറെന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടികളെ രാവിലെ വിളിച്ചെണിപ്പിക്കേണ്ട ഡ്യൂട്ടി ടീച്ചേഴ്സിനാണ്. അപ്പൊ രാവിലെ 5 മണിക്ക് 5 മിനിറ്റ് മുന്നേ ഇപ്പൊ ടീച്ചറുടെ മിസ് കോള് വരും. അപ്പോ കുട്ടികൾക്കോ പാരന്റ്സിനോ വേണമെങ്കിൽ അവരെ കളിപ്പിക്കാം. പക്ഷെ നല്ലൊരു പാരന്റ് ആവുമ്പോൾ നമ്മള് കുട്ടികൾ ആ കോള് വരുമ്പോ കുട്ടികൾ എണീക്കുന്നു, അവര് തന്നെ ആ കോള് അറ്റൻഡ് ചെയ്യേണ്ട മിസ് കോളാണ്. പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ ടീച്ചർക്ക് അവര് മെസ്സേജ് ഇടും, വോയിസ് മെസ്സേജ് ഇടും, ഞങ്ങൾ എണീറ്റു പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടും. അപ്പോൾ ഈ ടീച്ചേഴ്സ് ഒരാഴ്ചത്തെ ഫീഡ്ബാക്ക് പ്രിൻസിപ്പലിനെ അറിയിക്കുകയാണ്.
അപ്പൊ എണീക്കാത്തതും മെസ്സേജ് അയക്കാത്ത കുട്ടികളെ അവര് വീട്ടിലേക്ക് വരികയാണ്. അവരുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാനായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും അറ്റ്മോസ്ഫിയർ മോശമായിട്ടുള്ളതാണെങ്കിൽ കുട്ടികളെ സ്കൂളിലിരുത്തി പഠിപ്പിച്ച്, അപ്പോ ആ സ്കൂളിന് എന്താണ് നല്ല പെർസെൻറ്റേജ് കിട്ടാനായിരിക്കാം, പക്ഷെ എന്നാലും ഈ ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. കാരണം അവർക്കും ഫാമിലിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും അവരതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, എന്നാലും അവർ കൃത്യം എന്നും ഒരേ സമയത്ത് ഒരു 5 മിനിറ്റ് വൈകുമ്പോഴേക്കും ഇങ്ങോട്ട് മെസ്സേജ് വരും, എന്തേ എണീറ്റില്ലേന്ന് ചോദിച്ചിട്ട് അപ്പൊ മെസ്സേജ് വരും. അപ്പൊ ആ സ്കൂൾ എടുക്കുന്ന എഫേർട്ട് അത് ഭയങ്കര. അതുപോലെ തന്നെ ഇപ്പൊ ആബ്സെന്റീസ് ആണെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്നത് കൂടാതെ സ്കൂളിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആ മാഡം വിളിക്കും, മോള് ആബ്സെന്റ് ആണല്ലോ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എന്തുകൊണ്ട് ആബ്സെന്റ് എന്ന് അവർക്ക് അറിയണം. അപ്പൊ ഞാൻ ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാറുണ്ട്. പല കുട്ടികളും ഈ പറഞ്ഞ മാതിരി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വന്നിട്ട് പകുതിക്ക് വെച്ച് അവര് ക്ലാസ് കയറാതെ പോകുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ചും ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ സ്കൂളിൽ ഭയങ്കര സേഫ്റ്റിയാ, ആ കാര്യത്തിൽ ഭയങ്കര സേഫ്റ്റിയാ. അതുപോലെ സ്കൂള് വിട്ട പ്രൈവറ്റ് ബസ്സിൽ പോണ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഉറപ്പുവരുത്തും അവർ ബസ് കയറി പോയി എന്ന് ഉറപ്പുവരുത്താൻ അവിടെ ഒരു സാർ എന്തായാലും നിൽക്കുന്നുണ്ടാവും. കൂടാതെ പ്രിൻസിപ്പള് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കയറി നിൽക്കുന്നുണ്ടാവും, ഈ കുട്ടികളെ അവിടെ എന്താ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പാരന്റ്സിനെ സാറ് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് സാറ് ക്ലാസ് കഴിഞ്ഞാൽ സാറ് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഇവിടുത്തെ സെന്റർ ഉണ്ട്, അവിടെ കുട്ടികളൊക്കെ ട്യൂഷന് പോണ ഏരിയാസ് ആണ്. ആ സാറ് അവിടെ ഒരു കാറും കൊണ്ട് അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാറ് നിൽക്കും, ഈ കുട്ടികള് ട്യൂഷന് കയറുന്നില്ലേ, അല്ലെങ്കിൽ അത് ആ പാരന്റ്സിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് നല്ല സേഫ്റ്റിയാണ് സ്കൂളിൽ ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും ശരിക്കും ഒരു പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടത്തിൽ സേഫ് എന്ന് പറയാം, പക്ഷെ ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിലും ആ ഒരു സേഫ് ആൻഡ് സെക്യൂർ നമുക്ക് ഭയങ്കര സംശയം തന്നെയാണ് അല്ലെ. ഇപ്പൊ സുജാതയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുമ്പോഴേക്കും അത് ഒരു നല്ല എഫേർട്ട് തന്നെ എടുക്കുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും. എക്സാമ്പിള് നമ്മൾ ഈ പറഞ്ഞതിൽ ഒരു മാനേജ്മെന്റിന്റെ എയിം ആ സ്കൂളത്തെ കുട്ടികളെ നല്ല വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ടീച്ചേഴ്സ് ഓൾക്ക് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു മാനേജ്മെന്റിന്റെ എയിമാണ് ഓലെ ഗോൾസ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ ഈ ഒരു ഇതിന് എക്സാമ്പിളായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. മാം ഒരു കാര്യം മാം, നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ ഒബ്സർവേഷൻ എയിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ എഴുതണമെന്ന് പറഞ്ഞ് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് അങ്ങനെ പ്രശ്നമുണ്ടോ സബ്മിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. ഇപ്പൊ അധിക സ്കൂളിലും ടീച്ചേഴ്സിന് ഈ ബസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നാട്ടിലെ മോള് 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ സ്കൂളിൽ മോളുടെ ക്ലാസ് എടുത്ത് തന്നെയാണ്, പക്ഷെ എൻ്റെ ഇത്താത്ത അവിടെ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന. അപ്പൊ അവരുടെയൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് ബസ് ഡ്യൂട്ടി ഉണ്ട്. ആ കുട്ടികൾ വീട്ടിലേക്ക് പോയതിന് ശേഷം മാത്രമേ, ആ ബസ് കയറി പോയതിന് ശേഷം മാത്രമേ ഇവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓരോ ടീച്ചേഴ്സിനും ഓരോ ദിവസം ബസ് ഡ്യൂട്ടി കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളുകളിൽ കുട്ടികൾ ലൈൻ ബസ്സിന് പോകുന്ന കുട്ടികൾ കറക്റ്റ് ആ ഒരു ലൈൻ കീപ്പ് ചെയ്ത് അവർ ബസ്സിൽ കയറുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ ഓരോ ദിവസം ഓരോ ടീച്ചർക്ക് ഡ്യൂട്ടി കൊടുക്കുന്ന ടീച്ചേഴ്സ്, അങ്ങനെ ഒരു സ്കൂൾ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് നല്ല മാനേജ്മെന്റിന്റെ ആ ഒരു സ്ട്രെങ്ത്, അത് മാനേജ്മെന്റും ടീച്ചേഴ്സും തമ്മിൽ ക്ലാഷ് ഒക്കെ വരുമ്പോഴാണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പ്രോഗ്രാമിൽ അവിടെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന മാനേജർ റിസൈൻ ചെയ്തു പെട്ടെന്ന്. അത് കഴിയുമ്പോൾ അടുത്ത മാനേജർ വന്നു. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ചലഞ്ചസ് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇടപെടാനും പറ്റില്ല. ടീച്ചർമാര് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെ നമ്മൾ എത്രത്തോളം വെൽക്കം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഓക്കെ, ബട്ട് അതിൽ തന്നെ പല പല പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പൊ കേട്ടിട്ടുള്ളത്. കാരണം അവർക്ക് എന്തോ പ്രിവിലേജ് കിട്ടിയതുപോലെ ചില കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ ചില സ്കൂളുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. SPCയുടെ കോഫൗണ്ടർ ആയിട്ടുള്ള സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കോർഡിനേറ്റർ ആണ് കേട്ടോ. അപ്പൊ സാറിന് ഇപ്പൊ അതൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമം. സാർ ഇങ്ങനെ പറയുന്നു, പലയിടത്തും അതിന്റെ രീതികളൊക്കെ മാറി, കുട്ടികളൊക്കെ അത് ഭയങ്കര ഒരു പ്രിവിലേജ്, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണെന്നുള്ള പ്രിവിലേജ്, അങ്ങനെ രീതിയിൽ ചില കുട്ടികൾ വളരെ കുറച്ചു പേര് അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ അറിഞ്ഞത്. അങ്ങനെയുള്ള SPC തന്നെയുള്ള വിളിക്കുന്ന കയ്യിൽ നിന്ന് ഡ്രഗ്സ് കണ്ടെത്തുകയൊക്കെ ചെയ്യണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ ആ കിട്ടിയ പൊസിഷനെ അവരങ്ങ് മിസ്യൂസ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കേസസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് എന്റെ മോളുടെ നാട്ടിലുള്ള സ്കൂളിൽ ഈ വളണ്ടിയേഴ്സ് ആക്കി വെക്കും.
ഈ സ്കൂൾ പ്രോഗ്രാമിന് വളണ്ടിയേഴ്സ് ഒക്കെ. അപ്പൊ അവർക്ക് ഈ വളണ്ടിയേഴ്സ് 7ാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും. അവർക്ക് ഈ UP സ്കൂളാണ്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ പുറത്തേക്ക് പോവാണ്ട് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് പോവാണ്ട് നോക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസം അവരെ പ്രോഗ്രാമിന് പോയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരാം. അപ്പൊ ഒരു കുട്ടി എവിടെയാടാ പോയെന്ന് വെച്ചിട്ട് മറ്റേ കുട്ടിനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള എന്തോ മിഠായി വാങ്ങി. ആ മറ്റേ ചെക്കൻ പോയ സമയത്ത് ഇവൻ അത് പൊളിച്ചിട്ട് ഇവന് കഴിച്ചു. അവർക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ, അതുപോലെ മെച്യൂരിറ്റിയുടെ ഒരു പ്രശ്നം അല്ലേ. സോ അപ്പൊ നമ്മൾ ഇതായിരുന്നു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഇമേജ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും സ്കൂളുകളെ കുറിച്ചുള്ള ആ ഒരു ഇമേജ് നമ്മളിപ്പോ എക്സ്പ്രസ് ചെയ്തു എല്ലാവരും പല രീതിയിലും. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള രീതികൾ നമ്മൾ കണ്ടു. അവിടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെയും എല്ലാം എഫേർട്ടും നമ്മൾ കണ്ടു. അല്ല, അവരെ സംബന്ധിച്ച് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇമേജ് കീപ്പ് ചെയ്യണം. സോ ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്. അപ്പൊ എന്നാൽ മാത്രമാണ് ആ ഇമേജ് അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, നമ്മൾ പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടീച്ചർ ആബ്സെന്റ് ആയ വേറൊരു ടീച്ചറെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ക്ലാസ് എൻഗേജ് ചെയ്യിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാം. ക്ലീനിങ് സ്റ്റാഫ് ഒരു ദിവസം ഇല്ലാതായ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഡ്രൈവർ, ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പൊ ഈ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഈ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. പിന്നെ അതായത് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അതാണ് ചെയ്യേണ്ടത്. ഒരു സ്കൂൾ അവിടുത്തെ ഒരു വർക്ക് നടക്കണം. പിന്നെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ പറയുന്ന ഒരു വെൽനസ്, വെൽബീയിങ്, സന്തോഷവും സമാധാനവും, പീസ് ആൻഡ് ഹാർമണി അവിടെ അവർക്ക് ഉണ്ടാകണം. അപ്പോഴാണ് അവിടെ നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളിടത്തെ ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടും വരുള്ളൂ. ഓക്കെ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി പോയാൽ മതി, അങ്ങനെ ഒരു ഇത് വരും. പലപ്പോഴും ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ടീച്ചേഴ്സുമായിട്ട് മീറ്റിംഗ് വയ്ക്കും. അപ്പോ ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും അന്നത്തെ ദിവസം എനിക്ക്. കാരണം വെച്ചാല് അവർക്ക് പൊതുവെ പുറത്തുനിന്ന് ഒരാള് വന്ന് കുട്ടികളുടെ നോക്കുമ്പോ ഞങ്ങൾക്ക് എന്തോ കുറവുള്ളത് കൊണ്ടാണല്ലോ പുറത്തുനിന്ന് ഒരാളെ വെക്കുന്നതെന്നുള്ളൊരു ഫീൽ അവർക്ക് ഓൾറെഡി ഉണ്ടാവും. ഫസ്റ്റ് അത് മാറ്റുക എന്നുള്ളതാണ് എന്റെ ജോലി. അതങ്ങ് ശരിയാവും. അവര് നമ്മളെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. നമ്മള് അവരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അവരോട് റെസ്പെക്ട് ചെയ്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവും. ഓ, ഞങ്ങളാണ് കിങ്, അങ്ങനെ തന്നെ ഉള്ളൊരു ഇമേജ് അവർക്ക് കൊടുക്കും. അവരോട് എന്ത് അഭിപ്രായം ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അവർക്ക് ഓ യെസ് വി ആർ ദ കിങ്, പുറത്തുനിന്ന് വന്ന ആളല്ല എന്നുള്ളൊരു ഫീല് അവർക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതേ മാർക്കുള്ളൂ. അതുപോലെ ഈ പ്രിൻസിപ്പളും ടീച്ചേഴ്സും തമ്മിൽ ഒരു ബോണ്ട് വേണ്ടേ? ഇല്ലെങ്കിൽ പ്രിൻസിപ്പൾ എപ്പോഴും ഒരു ഹയർ പൊസിഷനിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ശരിയായ രീതിയിൽ. ഞാൻ പാരലൽ കോളേജിൽ 2 കൊല്ലം വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഒരു സാറ്, അവിടുത്തെ പ്രിൻസിപ്പള് ഇതായിട്ട് വന്നതാ, ഈ ഗവൺമെന്റ് സർവീസിൽ കുറെ കാലം ഇരുന്നിട്ട് വന്നതാ. അപ്പം ആദ്യമൊക്കെ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര മടിയായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സാറ് ഗവൺമെന്റ് സ്കൂൾ ലെവലിൽ ചിന്തിച്ചിട്ട് നമ്മളിലേക്ക് അത് ഇത് ചെയ്യാൻ നോക്കും. പക്ഷെ നമുക്കത് യെസ്, അപ്പൊ ഇതാണ് ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ബോണ്ടിങ്, വൈഷ പറഞ്ഞ പോലെ സ്റ്റാഫുകൾ തമ്മിലുള്ള ബോണ്ടിങ് അത് ഉണ്ടായിരിക്കണം. ഞാൻ ഏതോ ക്ലാസ്സിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഫേമസ് ഡോക്ടർ അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിനോട് വളരെ റെസ്പെക്റ്റോടെയും സ്നേഹത്തോടെയും പെരുമാറിയത് അവരെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യിക്കുകയായിരുന്നു. ആ ലേഡീസിനെ ക്ലീൻ ചെയ്യാൻ വന്ന് നല്ല പ്രായമുള്ളവരാണ്. സാറ് വളരെ അവരെ ക്ലീൻ ചെയ്ത ഏരിയയിൽ വളരെ സൂക്ഷിച്ച് നടന്നു പോവുകയും അവരോട് എന്തൊക്കെയോ കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഭയങ്കര സന്തോഷം. വലിയൊരു ഡോക്ടർ അവിടെ തുടച്ചുകൊണ്ട് നിന്നിരുന്ന അവരോട് അവിടെ നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അത് MT4 പറഞ്ഞു, ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ മാറ്റുവാണ്. അതായത് ആ ഡോക്ടറുടെ പൊസിഷനിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് വളരെ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തു. ഭയങ്കര സന്തോഷമായി. അവിടെ മേ ബി വേറെയും ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തപ്പോൾ അത് അവരുടെ അന്നത്തെ ദിവസത്തെ മോർ ബ്യൂട്ടിഫുൾ ആക്കുകയല്ലേ ചെയ്തത്. സോ അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നിടത്ത് അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. PG ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് ഓർമ്മയൊന്നുമില്ല ഏത് ക്ലാസ്സിലാണ് പറഞ്ഞെന്ന്, എന്നാലും ഞാൻ എന്റെ ഓർത്തപ്പോ അങ്ങ് പറഞ്ഞത്. ഓക്കെ, അവിടെ അപ്പോ ശരിക്കും ഒരു ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ജീനിയൽ, അതായത് ഒരു വാം, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. കൊഹീസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ്, എല്ലാവരും തമ്മിൽ നല്ലൊരു യൂണിറ്റി, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഫോം ചെയ്യണം. പിന്നെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ അവിടെ ഉണ്ടാകും അല്ലെ, സ്റ്റാഫുകൾ തമ്മിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും.
പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം മൂലം സ്ട്രെസ് ഉണ്ടാവും. ടീച്ചറെ എന്തോ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് വാംത് ഓർ ഫ്രണ്ട്ലി എന്നുള്ള മീനിങ്. നമ്മൾ വാം വെൽക്കം എന്നൊക്കെ പറയില്ലേ, ഫ്രണ്ട്ലി നമ്മൾ ആളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫ്രണ്ട്ലി എന്ന് എഴുതിയാലും മതി അതിന്റെ മീനിങ്. ഓക്കെ. ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പറഞ്ഞു തന്നിട്ടില്ല, ഒരു ഡിക്ഷണറി. ഇല്ല, ഏതാണത്? വേർഡ് വെബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഏതോ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ഡിപ്ലോമ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യാൻ തുടങ്ങിയോ ആരെങ്കിലും ഒക്കെ? ഇല്ല, യൂസ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല ടീച്ചറെ. ഏതാണ് ആപ്പ്? ഞാൻ എന്താ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേർഡ് വെബ് അല്ലേ? വേർഡ് വെബ് എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടാം. ഈ ആപ്ലിക്കേഷന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു സാധാരണ ഒരു ഡിക്ഷണറി അത് ബുക്ക് നോക്കുന്നതിനേക്കാളും ഇത് നോക്കുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ടാകും, അതിന്റെ നൗൺ കാണും, അഡ്ജക്റ്റീവ് കാണും, പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണോ അത് കാണും. അത് മാത്രമല്ല അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ടാകും. അതും മാത്രമല്ല അതുകൊണ്ടൊരു സെന്റൻസും കൂടി ഉണ്ടാകും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ആ വേർഡിനെ കുറിച്ച്. നമ്മുടെ വേർഡ് പവർ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക വേണം. പ്രൊനൗൺസിയേഷനും കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, യൂസിങ് ഫോണറ്റിക്സ് ലെറ്റേഴ്സ് വെച്ചിട്ട് കേട്ടോ, സൗണ്ട് ഇല്ല. മീനിങ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കില്ലേ കൊടുത്തിട്ടുണ്ടാവുക? മീനിങ് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാവും. അത് എക്സ്പ്ലെയിൻ ചെയ്താ മീനിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഡേറ്റ വേണം. അതിന്റെ സൈസ് ഒക്കെ കുറവാന്ന് തോന്നുന്നു. ബട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് മൊബൈൽ ഡേറ്റ വേണമെന്നില്ല, മൊബൈൽ ഡേറ്റ ഓൺ ആക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമുക്കിത് ഓപ്പൺ ആവും. വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും യൂസ് ചെയ്യാം. നല്ലൊരു ആപ്പാണ്. അപ്പോ അതിന് കുറേ കാര്യങ്ങൾ വായിക്കാനുണ്ടാവും. ചില വേർഡ്സ് കൂടുതൽ അതിനകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബാച്ചില് ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ എന്താ പറയാ, ഓരോ പ്രോംപ്റ്റുകളാണല്ലോ ഡിഫൻസ് മെക്കാനിസം ഓരോന്ന് ഏതാണെന്ന് കൊടുത്തിട്ടേ. അത് ജസ്റ്റ് ഈ വേർഡ് വെബിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ ഈ വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വരെ ആ ആപ്പിലുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തിന്റെ ബുദ്ധിമുട്ടുള്ള ഒരു ലെസണായിരുന്നു ഡിഫൻസ് മെക്കാനിസം. ആ ഓരോ വേർഡും ഈ വേർഡ് വെബിൽ ഒന്ന്, ചിലത് ഒന്നോ രണ്ടോ ഇല്ലെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം ഉണ്ട്. ഈ വേർഡ് വെബിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡെഫിനിഷൻ. വേർഡ് വെബ് എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ ഡിക്ഷണറി ഉണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, വേർഡ് വെബ് എന്ന് മാത്രമേ ഉള്ളൂ. കിട്ടുന്നില്ല? വേർഡ് വെബ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങനെ അതിന്റെ കൂടെ ഡിക്ഷണറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിക്ഷണറിന്ന് എഴുതിയിട്ട് ഒരു ഹൈഫോൺ ഇട്ടിട്ട് വേർഡ് വെബ് എന്നാ ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്തു. അതെ, കാണാൻ പറ്റുന്നുണ്ടോ? മാം ഡൗൺലോഡ് കാണിക്കണുള്ളൂ, പക്ഷെ കാണാമോ ആപ്ലിക്കേഷന്റെ ആ ഒരു സിമ്പിൾ? ഇതന്നെയാണ് വേർഡ് ആപ്ലിക്കേഷൻ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്തേക്കണത്. അപ്പൊ മേ ബി അതൊന്ന് അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. ബട്ട് ഇത് നല്ലൊരു ഒന്നുകൂടി കാണിക്കാവോ മാം? അതിന് മുമ്പ് ഡിക്ഷണറി തന്നെ ഉണ്ട് മാം. ഉണ്ടോ? എനിക്ക് വേർഡ് വെബ് ഉള്ളൂ കേട്ടോ. മാം ഒരു ലെൻസ് പോലെ വന്നിട്ട് അത് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് വേർഡ് വെബ് ഡിക്ഷണറി എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരു സെർച്ചിന്റെ ചിഹ്നം വെച്ചിട്ട് അതും ഒരു W ആ ലോഗോ വരുന്നത്. വേർഡ് വെബ് മാത്രമേ അതിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേർഡ് വെബ് മാത്രമേ വരുള്ളൂ. പ്ലേ സ്റ്റോറിലാണ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് വേർഡ് വെബ് എന്നും പറഞ്ഞ് കിടക്കണത്. അത് ഇനി ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കുറെ വേർഡ്സ് ഒക്കെ അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കുറെ ആപ്പുകൾ അങ്ങനെയുണ്ട്. നമ്മൾക്കിപ്പോ സെന്റൻസ് മേക്കിംഗ്, ഒരു പാരഗ്രാഫ് എഴുതണം, അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഉണ്ട്. യൂസ് ചെയ്യും, നമ്മുടെ ടെക്നോളജി ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാലോ.
ഓക്കെ, ഞാൻ ഇന്നും ഹെൻറി ഫയലിനെ കുറിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇന്നും നടക്കില്ല തോന്നുന്നു അല്ലെ. 8:45. എനിവേ നമുക്ക് എന്തായാലും അത് പറഞ്ഞു പോകണം. അപ്പോ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ്, റോൾസ് അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഈ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്, ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പലതും സംഭവിക്കാം. ടീച്ചേഴ്സ് തമ്മിൽ സംഭവിക്കാം, ഒരു ടീച്ചറും ഒരു പാരന്റും തമ്മിൽ സംഭവിക്കാം അല്ലെ. കുട്ടികളുടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ സംഭവിക്കാം. പിന്നെ ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കാരണം ആളുകളുടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, അത് മാനേജ് ചെയ്യണം. അത് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു സ്കൂൾ നിലനിൽക്കുന്ന പ്രദേശം. അത് മാത്രമല്ല, കുട്ടികൾ വരുന്നത് ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. അപ്പൊ എല്ലാവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ഇതെല്ലാം ഇവര് എയിം ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ആരായിരുന്നു ഒരു എക്കണോമിക്സ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നല്ലോ, ഹെൻറി ഫോയലിന്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. വാസ് ദാറ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, ആ ഹെൻറി ഫോയലിന്റെ ആ 14 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ആരാ ഈ ഹെൻറി ഫോയൽ? ആൾക്കാരുടെ പേര് പറയുമ്പോ എന്റെ പ്രൊനൗൺസിയേഷൻ വളരെ മോശാട്ടോ. സോ ആരായിരുന്നു ഹെൻറി ഫയൽ? മാനേജ്മെന്റിനെ കുറിച്ച് മോഡേൺ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. അദ്ദേഹം ഒരു 14 പ്രിൻസിപ്പിൾസ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ 14 പ്രിൻസിപ്പിൾസിന്റെ ടൈറ്റിൽ മാത്രമേ നമുക്കുള്ളൂ, ബട്ട് വി ഹാവ് ടു നോ മോർ അബൌട്ട് ദാറ്റ് അല്ലെ. മാം, ഹെൻറി ഫയോൾ സർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട് കേട്ടോ. 14 പ്രിൻസിപ്പിൾസ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ പറ്റി പറയാം. ഞാൻ തന്നെ പറയാം. കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയിരിക്കാം അല്ലെ. വന്നീന ക്വസ്റ്റ്യൻ ആയിരുന്നത്. മാർക്കിന് എപ്പോഴും ക്വസ്റ്റ്യൻ വന്നീന് ഇതായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ആ മെയിൻ ഒരു 4 ഫങ്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ. അദ്ദേഹമാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഈ 4 പ്രിൻസിപ്പിൾസ്. ഓക്കെ, 5 മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അദ്ദേഹം ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? പറയാം. Henry Fayol is also known as the father of modern management theory. അദ്ദേഹം ഒരു പുതിയൊരു പെർസെപ്ഷൻ, ഒരു കാഴ്ചപ്പാട് കൊടുക്കുമായിരുന്നു മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിനെ കുറിച്ചിട്ട്, ഒരു ന്യൂ പെർസെപ്ഷൻ. അപ്പൊ ശരിക്കും ഇത് ഒരു ബിസിനസ് മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ആയാലും ഫാർമ, ഹെൽത്ത് റിലേറ്റഡ് ആയാലും അവിടെ എല്ലാവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. എല്ലാ ലെവൽസിലും മാനേജ്മെന്റും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ടോ എല്ലാ ലെവൽസിലും ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഈ പ്രിൻസിപ്പിളിന്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഇദ്ദേഹം ലക്ഷ്യം വെച്ചത്, എയിം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാനേജീരിയൽ എഫിഷ്യൻസി. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ മീനിങ് ഹാൻഡിൽ ചെയ്യുക അല്ലെ. ചില സിറ്റുവേഷൻസിൽ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുക. മോർ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചത്. പൊതുവെ എക്കണോമിക്സ് സ്റ്റുഡൻസ് തുടങ്ങിയിട്ട് ഈ പറയുന്ന MBA അങ്ങനെ പോകുന്ന ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു മാനേജ്മെന്റ് പേപ്പർ 7th സെമസ്റ്ററിൽ. അവിടെയും ഞാനിത് കേട്ടിട്ടുണ്ട്, കേട്ടത് ഓർമ്മയുണ്ട്. മാം, എനിക്ക് ഈ എക്കണോമിക്സിനെക്കാട്ടി കൂടുതൽ ഇത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ്, BBA, BCom കുട്ടിയേക്കാൻ തോന്നുന്നു. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു, എനിക്ക് അത്രയ്ക്ക് പരിചയം ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് കൊമേഴ്സ് ബേസ്ഡ് വന്നിട്ടുള്ള, കൊമേഴ്സിലാണ് കൂടുതൽ. ഞങ്ങൾക്കും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ജസ്റ്റ്
നമ്മളത് ആ ഒരു പേപ്പർ ഞങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള പേപ്പർ എന്നുള്ള രീതിയിൽ അന്ന് 20 years ബാക്ക് പിടിച്ചത്. അല്ലാണ്ട് നമ്മൾ കൂടുതൽ ടെക്നിക്കൽ സൈഡല്ലേ ചെയ്യുന്നത്. ഈ ഒരു മാനേജ്മെന്റ് പേപ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലൊക്കെ ഏത് ഓർഗനൈസേഷനിലെ ജോലിക്ക് പോയാലും ഈ മാനേജ് ചെയ്യാന്നുള്ളൊരു കാര്യം വരുമല്ലോ. അപ്പൊ അതിലെ 14 പ്രിൻസിപ്പിൾസ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ മാം ഹെൻറി ഫയോൾ വന്നിട്ട് ഹീസ് എ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ആണോ അതോ മോഡേൺ മാനേജ്മെന്റ് ആണോ? ജനറൽ മാനേജ്മെന്റിനും രണ്ടും കാണുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ നോക്കുമ്പോ ഇത് ജനറൽ മാനേജ്മെന്റ് എന്നും കാണുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മോഡേൺ മാനേജ്മെന്റ് എന്നും കാണുന്നുണ്ട്. ആക്ച്വലി പക്ഷെ മോഡേൺ മാനേജ്മെന്റ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് വേറെ ഒരാളാണ് വരുന്നത്. ഞാൻ ഗൂഗിൾ പീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്തോ പീറ്റർ ഡ്രക്കർ. എനിക്ക് ഈ ഡേറ്റ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബൈജൂസ് ആപ്പിന്നാണ്. അതിനകത്ത് പറയുന്നത് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നാണ്. മോഡേൺ മാനേജ്മെന്റ് എന്നല്ല, മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിവിടെ അതിന്റെ ജസ്റ്റ് ആ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓക്കെ, എന്തായിരിക്കും ഡിവിഷൻ ഓഫ് വർക്ക്? നിങ്ങളുടെ ഒരു കൺസെപ്റ്റില്, നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് വാട്ട്സ് മെൻ ബൈ ഡിവിഷൻ ഓഫ് വർക്ക്? ജോലികള് തരംതിരിച്ചു ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ ജോലിയും കൊടുക്കുന്നതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, തരം തിരിച്ചു കൊടുക്കുക ജോലികള്. ഓക്കെ, നമ്മളിപ്പോ അതെ, നമ്മളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ മാരേജ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ മാരേജില് നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും കസിൻസും ഒരേ ഏജിലുള്ള കുറെ പേരുണ്ടാവും. അങ്ങനെ 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 ഓരോരുത്തർക്കും ഓരോ കാര്യം ഡിവൈഡ് ചെയ്ത് കൊടുക്കാറില്ലേ, സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡാൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് പിള്ളേരുണ്ടോ, അവരെ ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ മാരേജിന് കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. റിച്ച് ആയിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കും. പക്ഷെ നമ്മളൊക്കെ ചെയ്യുമ്പോഴേക്കും നാട്ടിൻപുറത്തൊക്കെ എങ്ങനെയാ, കുറെ കാര്യങ്ങൾ അയൽപക്കത്തുള്ളവരെ ഏൽപ്പിക്കും, ഫ്രണ്ട്സിനെ ഏൽപ്പിക്കും, വീട്ടിലുള്ള പിള്ളേരെ ഏൽപ്പിക്കും, അങ്ങനെ അങ്ങനെ കുറെ ചെയ്യില്ലേ. സോ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ എന്താണ്, ക്വാളിറ്റി മീറ്റ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. ഇയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ഡു ഹിസ് ബെസ്റ്റ് എന്ന് തോന്നുന്ന വർക്ക് അയാളെ തന്നെ ഏൽപ്പിക്കുന്നു. സോ അങ്ങനെ അതിന്റെ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം എന്തിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. എന്തിനാ ഡിവൈഡ് ചെയ്യുന്നതിന് എടുക്കുന്ന ടൈമും അത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് എടുക്കുമ്പോൾ ഉള്ള ടൈമും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരാൾ ചെയ്യുന്ന ടൈം കൂടുതലാവും, ഒരു കൂട്ടം ആളുകൾ ആ ഒരു ചെയ്യുമ്പോൾ അത് കുറച്ച് സമയത്തിന് ഉള്ളിൽ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ ദാറ്റ് വിൽ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, ആക്യുറസി, സ്പീഡ് ഓഫ് ദ വർക്കേഴ്സ്. ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ ടൈം കൺസപ്ഷൻ കുറവായിരിക്കും അല്ലെ, ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു, ആക്യുറസി കൂട്ടുന്നു. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ സ്പീഡും. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ പാടങ്ങളിലൊക്കെ ഞാറ് നടാനും അങ്ങനെ അങ്ങനെ ഓരോന്നും ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പ് ആൾക്കാരായിട്ട് ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ആ ജോലി ചെയ്ത് തീർക്കുന്നത് കാണാം. സർവീസസ് യൂസ്ഫുൾ ടു ദ കമ്മ്യൂണിറ്റിക്ക് ഉപകരിക്കുന്ന രീതിയിൽ സർവീസ് ചെയ്യാൻ അവർക്ക് അതായത് പറ്റും. പെർഫെക്ഷനിലേക്ക് നീങ്ങും. അതേസമയം ഒരാൾ തന്നെ ചെയ്യുമ്പോഴോ ഫെഡപ്പായി വരുന്നു. അത് തന്നെയാണ് വീട്ടിലെ കാര്യം. വീട്ടിലെ ക്ലീനിങ്, വീട്ടിലൊരു സെഷൻ വർക്ക് ഒരാൾ ചെയ്യുന്നു, മറ്റേത് വേറൊരാൾ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോകുമ്പോൾ അത് ആർക്കും സ്ട്രെയിനോ സ്ട്രെസ്സോ ഇല്ല. എല്ലാരും നല്ല രീതിയിൽ തന്നെ അവരുടെ പാർട്ട് അങ്ങ് ചെയ്ത് തീർക്കുവാണ്. നമ്മൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവും. അതെ ടീച്ചർ, കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നേ, അതിൽ ഇതുപോലെ ഡിവിഷൻ ഓഫ് വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവര് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് നമ്മൾ ഒരു കാര്യം കൊടുത്തു. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഇപ്പം ഉണ്ടാവുന്ന ആളുകള് കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരാള് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും, ഒരാള് നല്ലപോലെ ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും,
ഒരാൾ അനാലിസിസ് ചെയ്തിട്ട് തൻ്റെതായ വ്യൂവിൽ അതിനെ പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും, ഒരാൾ നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരാൾക്ക് കൂടുതലായിട്ട് ഇൻവെൻഷനും ഇന്നോവേഷനും ഉള്ള ആളായിരിക്കും. അപ്പൊ ഓരോ വ്യക്തികളിലും അവരുടെ കാലിബറിനും എഫിഷ്യൻസിക്കും അനുസരിച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന വർക്ക് ഉണ്ട്. ഇപ്പൊ മാനേജ്മെന്റിലാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കണോ അത് അവരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് മാനേജ്മെന്റിനെ കുറിച്ച് അവർ പറഞ്ഞു തന്നിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് സ്കിൽ ബേസ് ചെയ്ത് ഉള്ള ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഞാനത്. അങ്ങനല്ലേ അത് വരുന്നത്? കുറേ മെസ്സേജുകളിൽ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കാണുന്നുണ്ട്. ഓൾ ആർ ഇൻവോൾവ്, അതിന്റെ ഇത് എക്സാമ്പിൾ ജോയിന്റ് ഫാമിലി ആയിട്ട് വന്നു. പിന്നെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ക്രിയേറ്റീവ് ആയിരിക്കും, സ്ട്രഗ്ലിംഗ് ഇല്ല, പെർഫെക്ഷനിലേക്ക് നീങ്ങുന്നു, പെട്ടെന്ന് വർക്ക് തീരും. കുറേ പോയിന്റ്സ് നമുക്ക് ഇതിലുണ്ട്. മാനേജ്മെന്റ്, ഐ ഡു നോ അബൌട്ട് ദാറ്റ്. ആക്ച്വലി ഹെൻറി ഫയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മോഡേൺ മാനേജ്മെന്റ് തിയറി എന്നാട്ടോ ഇവർ ഈ ബൈജൂസ് പറയുന്നത്. ഓക്കെ, ബൈജൂസിന്റെ ആകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള നോട്ട്സ് ആണെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എടുത്തു. പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. നമുക്കതൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. അതോറിറ്റി, നെക്സ്റ്റ് വൺ അതോറിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാണ് ബൈജൂസ് അവർ പറയുന്നത്. ശരിക്കും മാനേജ്മെന്റ് എന്താ ശരിക്കും അതോറിറ്റി എന്ന് പറയുന്നത് എന്താ? അധികാരം, ഡിസിഷൻസ് എടുക്കാനും ഓർഡേഴ്സ് നൽകാനുള്ള അധികാരം, അതിന്റെ പരമാധികാരം എന്ന് പറയാം. ഈ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നല്ലേ മാം ശരിക്കും അതിൽ വരുന്നത്? അതാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. അതോറിറ്റി എന്ന് മാത്രമേ കണ്ടുള്ളൂ. സോ യു ക്യാൻ ആഡ് ദാറ്റ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഞാൻ കമ്പനിയുടെ മെസ്സേജ് അയക്കായിരുന്നു. ഞാനൊരു ഫ്ലിപ്കാർട്ട് സെയിൽസിലാണ് ജോബ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സെയിൽസിൽ അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് ആണ് എഫക്ട്. യെസ്, വെരി ഗുഡ്. ഓക്കെ ഫൈൻ. സോ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, യു ക്യാൻ ചേഞ്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആരുടെയും ഓഡിയോ ആണ് കുട്ടിയുടെ. ഒരു അണ്ടർ ദ ഗൈഡൻസ്, ഒരാളുടെ ഗൈഡൻസിൽ ഒരാൾ ഓതറൈസ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവണം അല്ലെ. നമ്മളെ ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് ഒരാളുള്ളപ്പോൾ ആ വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നടക്കും. സോ അതാണ് വർക്ക് ഡൺ അണ്ടർ സംബഡി എൽസസ് ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ്. അതൊരു നല്ല രീതി തന്നെ. അല്ലെങ്കിൽ നാഥനില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകില്ലേ. ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നു. ഇങ്ങനെ ചെയ്താൽ മതി, ഒരു ടൈം എടുത്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ റിലാക്സ് ചെയ്യിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരുന്നു. ദാറ്റ് ഇസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഒരു റെസ്പോൺസിബിലിറ്റിയും അതിൽ വരും. ഓക്കെ, ദെൻ വാട്ട് ഇസ് എന്തോ അതോറിറ്റി ഗൈഡ് ചെയ്യുന്ന ആളാ? അതോറിറ്റി ഗൈഡ് ചെയ്യാം, ലീഡ് ചെയ്യാം, ടീം ലീഡ് ആകാം. ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരാളെന്ന് പറയാം അല്ലേ മിസ്? കമാൻഡിങ് പവർ. അതെ, യെസ്, അതെ. നിങ്ങളെ പല പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പിനും ഓരോ ആക്ടിവിറ്റി തരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിക്കും. ഇപ്പൊ ഒരാള് ഗൈഡ് ചെയ്യാൻ, അതിലിപ്പോ അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളെ ഗൈഡ് ചെയ്യാൻ, അപ്പൊ നമ്മൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണും ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം. HOD എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാണ്. HM എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുക, അത് ഓക്കെ. ബാക്കിയുള്ളവരെല്ലാം ഒരു അതോറിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു അതോറിറ്റിയാണ്. അതെ. അപ്പൊ നമ്മളൊരു ട്രീ വരച്ചു കഴിഞ്ഞാൽ അതോറിറ്റി ഉള്ള പേഴ്സൺസിന്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആ ട്രീ. നമ്മൾ ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ട്രീ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഓരോരുത്തരും നമ്മൾ ഓരോ ബ്രാഞ്ചിൽ വെക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും അതോറിറ്റി എത്രത്തോളം ഉണ്ട്. ഇവരെല്ലാം കണക്ട് ചെയ്യുന്നു കുട്ടികളിലേക്ക്. ആ ഒരു രീതിയിൽ നമുക്കൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഒരു ട്രീ ചെയ്യാം. നമ്മൾ ഫാമിലി ട്രീ ചെയ്യുന്ന പോലെ നമ്മൾക്ക് അതും ഒരു ട്രീയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. സോ ദെൻ കംസ് ഡിസിപ്ലിൻ. എന്തായിരിക്കും ഡിസിപ്ലിൻ? ചടക്കം. വിത്തൗട്ട് ഡിസിപ്ലിൻ നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ഓർ അക്കംപ്ലിഷ്ഡ്. ഡിസിപ്ലിൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ, തോന്നുന്ന പോലെ ആയിരിക്കും ഓരോരുത്തർ വരുന്നതും പോകുന്നതും ജോലി ചെയ്യുന്നതും. സോ there should need some discipline. ഡിസിപ്ലിൻ അല്ലേ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഡിസിപ്ലിൻ അത് വളരെ പ്രൈം ഇമ്പോർട്ടന്റ് തന്നെയാണ്.
അപ്പോ അതൊരു കോർ വാല്യൂ ആണ്. ഒരു ഡിസിപ്ലിൻ മാനേജ്മെന്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞില്ലേ, എന്താ ഡെഫിനേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. വിത്തൗട്ട് ഡിസിപ്ലിൻ നത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീടുകളിലുണ്ട് ഡിസിപ്ലിൻ, കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട് ഡിസിപ്ലിൻ, ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാവും ഒരു ഡിസിപ്ലിൻ, ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടാവും ഡിസിപ്ലിൻ, ഒരു കുട്ടികള് കളിക്കാൻ പോകുന്ന സ്പോർട്സ് അക്കാദമി അങ്ങനെ എടുക്കാവോ മാം? എന്താണ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ ഉള്ളതോ അതെടുക്കണോ? എടുക്കാലോ. അതല്ലേ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാലോ എന്നല്ലേ ചോദിച്ചേ? അതെ അതെ, അങ്ങനെ ചോദിച്ചു. അതാ ചോദിച്ച എക്സാമ്പിൾ ആയിട്ട് എടുക്കാവോ? ഞാൻ ചോദിച്ചു ആ ഒരു പേജ് ഇപ്പൊ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അശ്വതി മിസ്സിന്റെ അസൈൻമെന്റ് വന്നിട്ട് ഡിസിപ്ലിനെ കുറിച്ചാണ്. സോ ഡിസിപ്ലിൻ അതെ, ഇവിടെ ഏതൊരു ഏരിയയിലും ഡിസിപ്ലിൻ വേണം. വിത്തൗട്ട് ഡിസിപ്ലിൻ വി കുഡ്ന്റ് അച്ചീവ് എനിത്തിങ് എന്നേ പറയും. ഒരു മാനേജ്മെന്റിന്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് അതൊരു വാല്യൂ തന്നെയാണല്ലേ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വാല്യൂ തന്നെയാണ്. കോർ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഡിസിപ്ലിൻ ആണ്. ഗുഡ് പെർഫോമൻസ് ഒക്കെ വരണമെങ്കിൽ ഈ ഒരു ഡിസിപ്ലിനിലൂടെ തന്നെ വേണം. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരാൾ ഗൈഡ് ചെയ്യാൻ അതോറിറ്റി ഉണ്ടാകും. ഈ അതോറിറ്റി ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നില്ല, പിന്നെ ഒരു ഡിസിപ്ലിൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി, ഒരു ഔട്ട്പുട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ കിട്ടണമെന്നില്ല. നമ്മൾ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ സ്റ്റാഫുകളുടെ രീതി, കാരണം അവർക്ക് അതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരെങ്ങനെ അവരെ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നു, അവര് ആളുകളോട് സംസാരിക്കുന്ന രീതി, ആളുകളെ സല്യൂട്ട് ചെയ്യുന്ന രീതി, അവരുടെ സ്റ്റാഫുകൾ തമ്മിലുള്ള ആ ഒരു ഇടപെടൽ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു. പിന്നെ ഡിസിപ്ലിൻ ഉള്ളപ്പോൾ ഈ എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് അവരുടെ ഒരു ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഗുഡ് മാനേർഡ് വേയിലായിരിക്കും അവരുടെ പെരുമാറ്റം. ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു സിസ്റ്റത്തില് അവിടെയുള്ള ആളുകൾ, ആ എംപ്ലോയീസ് അവരുടെ ഒരു ഗുഡ് ബിഹേവിയർ ശരിക്കും അവർക്കൊരു ഗ്രോത്ത് ആണ്. ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാകുമ്പോൾ അവരിലും ഒരു ഗ്രോത്ത് ഫോം ചെയ്യും അല്ലെ. നമ്മള് മോണ്ടിസോറി മെത്തേഡൊക്കെ ആയവർക്ക് അറിയാം എങ്ങനെ കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഡിസിപ്ലിൻ ഉണ്ടാകുന്ന രീതിയൊക്കെ വളരെ വ്യത്യാസമായിട്ടാണ് മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. അതൊക്കെ ആ പോർഷൻ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ശരിക്കും ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർക്ക് ഒരു ഹെഡേക്കും ഉണ്ടാവില്ല. അതേസമയം ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ സ്റ്റാഫുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകും, ശരിയായ രീതിയിൽ വർക്ക് നടക്കില്ല. ടോപ്പിലിരിക്കുന്ന ആ അതോറിറ്റി ആയിട്ടുള്ള പേഴ്സൺ അവർക്ക് എപ്പോഴും ഹെഡേക്ക് ആയിരിക്കും, പ്രൊഡക്ടിവിറ്റി കുറയും, ആ ഒരു സിസ്റ്റത്തിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും, ഔട്ട്പുട്ട് കുറയും, അവരുടെ ഇമേജ്, പബ്ലിക്കിലുള്ള ഇമേജ് കുറയും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ. പ്രോഗ്രസ് ഈ ഡിസിപ്ലിനുള്ള ഒരിടത്ത് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കരിയർ ഗ്രോത്ത് കൂടും, പ്രൊഫഷണലി നമ്മളുടെ കരിയർ ഗ്രോത്ത് കൂടും. നമ്മൾ വേറൊരു സ്ഥലത്ത് വേറൊരു നല്ലൊരു ഹയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേറൊരിടത്ത് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും പ്രീവിയസ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒരു ഡിസിപ്ലിൻ ആണ്, നല്ലൊരു പബ്ലിക് ഇമേജ് പുറത്തുണ്ടെങ്കിൽ ഇംപ്രസ്ഡ് ആവും ആ ഒരു കമ്പനി. ഓക്കെ, അതേസമയം എല്ലാം ഇങ്ങനെ വളരെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നു, ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു അടുക്കും ചിട്ടയും ഇല്ല, അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ ആ ഒരു ഇമേജ് വളരെ ലോ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡിസിപ്ലിൻ. സോ നമ്മളിപ്പോ 3 പോയിന്റ് പറഞ്ഞുള്ളൂ, നമുക്ക് 11 പോയിന്റ്സും കൂടി ഉണ്ട്. സോ ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ മാമിന് ഓക്കെ ആണെങ്കിൽ അത് എന്തോ മാമിന് ഓക്കെ ആണെങ്കിലേ ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, 14 പ്രിൻസിപ്പിൾസ്, അത് ആരെങ്കിലും ഒരാള് സ്റ്റുഡൻസ് പ്രസന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നത് നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. കാരണം ഞാൻ ഫെഡപ്പ് ആയിട്ട് 7 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്ന് കയറുന്നത്.
അപ്പം എനിക്കൊരു ചായ അത്യാവശ്യമായിരുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണമല്ലോ, ആരും ഇല്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് പാരന്റ്സിന്റെ കോൾസ് വരും. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് അവരെ ഒന്ന് സമാധാനമാക്കണമല്ലോ, അവർക്ക് ഭയങ്കര ടെൻഷനാണല്ലോ മക്കളെ കുറിച്ച്. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വന്നപ്പോഴേക്കും ഞാൻ അങ്ങനെ വിചാരിച്ച് ക്ലാസ്സിലേക്ക് കയറുവാണേ. അപ്പൊ എനിക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ മാം ആ എയിംസ് ഒന്ന് പറയാമോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നി. എന്നാ അങ്ങനെ ഞാൻ തന്നെ ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചേനെ. ഓക്കെ, നോ പ്രോബ്ലം. എനിവേ ഐ എം എൻജോയിങ് ഇറ്റ്. നോ ഇഷ്യൂ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു 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 മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് പ്രോബ്ലം. നൈറ്റ്. എനിക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കമന്റ് ഇട്ടെന്ന് തോന്നുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ അതെ. അതാണ് പ്രശ്നമില്ല. കാരണം ഞാൻ പറയാനായിട്ട് വന്നപ്പോ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുമ്പോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി, ഐ ഹാവ് ടു ഡു. സോ ഞാൻ വിചാരിച്ചത് ഞാൻ തന്നെ ഞാനാണ് അപ്പൊ ടീച്ചർ ചതിച്ചതല്ലേ? അങ്ങനെ പറയും, അങ്ങനെ നമ്മളെ ചോദിക്കുമ്പോ ടീച്ചർ തിരിച്ചു പറയണായിരുന്നു എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ടീച്ചർക്ക് തന്ത്രപൂർവ്വം ഞങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും. അതെ, ഞങ്ങളെ എടുത്തിടായിരുന്നു മിസ്സിന് എന്നിട്ട് അനങ്ങാനായിരുന്നു. ടീച്ചർ തന്ത്രങ്ങൾ ഇപ്പൊ തന്നെ പയറ്റി തുടങ്ങി മാം. അതെ അതെ അതെ. ഈ തന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ നമ്മളെ അവിടെ മിസ് അടങ്ങിയിരുത്താതിരിക്കും. പിന്നെ നാളെ നമ്മൾ മിസ്സിന്റെ ഞാൻ അടുത്ത 2 ആഴ്ചയിൽ 2 ക്ലാസ് പണി തരാം. ആരോ പണി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിസ് ഞങ്ങൾക്ക് പണി തരല്ലേ, ഞങ്ങള് ഇരിക്കുക. ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, ma'am, for your interactive class. Thank you, ma'am. ബൈ. മകളൊന്നും ഉറങ്ങില്ലേ? ചായ കുടിച്ചു. അതൊക്കെ അതിന്റെ ഇടയ്ക്ക് നടന്നു. മോന് കാപ്പി, ഞാൻ ചായ കുടിച്ചു. ഞാൻ അതിന്റെ അതിലേക്ക് ഡിന്നർ പ്രിപ്പയർ ചെയ്തു. എങ്ങനെ ചെയ്തു എന്നൊന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ ചെയ്തു. കറക്റ്റ് സമയമായി. ഇനി ചെടി നനയ്ക്കാനുണ്ട്. ചെടി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അത് കരിഞ്ഞൊക്കെ ഉണ്ടാവും. ഈ പിള്ളേർ അതൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങളോട് പറഞ്ഞിട്ടാ പോയത്. ഡോണ്ട് കോൾ മീ സൂപ്പർ പ്ലീസ്. എനിക്ക് എല്ലാ ഫ്രസ്ട്രേഷൻസും എല്ലാ ടെൻഷനും എല്ലാ സങ്കടവും എല്ലാം ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ മാം, നമ്മള് മാമിന്റെ ക്ലാസ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് വന്ന സമയത്ത് എനിക്ക് സത്യം പറയാലോ, ഞാൻ സൈൻ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിട്ട് ഞാൻ അതിനെതിരെ, അതായത് മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താ ഫുൾ ഡൗട്ട് മാത്രമേ ഉള്ളൂ, അസൈൻമെന്റിനെ കുറിച്ച് മൊത്തം ഡൗട്ട് മാത്രമാണല്ലോ പറഞ്ഞു. പക്ഷെ ഇപ്പം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ ക്ലാസ് ഞാനിപ്പം 6:30 ആണ്, ഇവിടെ 6:30 ആയി. ഞാൻ ഖത്തറിലാണ്. അപ്പൊ എന്റെ മോന് കയ്യിലുണ്ടാവും. പക്ഷെ എങ്കിൽ ഞാനിത് ഈ ടൈം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് 5:30 to 6:30 ആണ് ഇവിടെ ടൈം. അപ്പൊ നിസ്കാരം ഇവിടെ 5:10 അങ്ങനെ ആകുമ്പോഴാണ് നിസ്കാരമൊക്കെ വരുന്നത്. ആ സമയത്ത് എനിക്ക് ട്യൂഷനും ഉണ്ടാവും. ഇന്ന് ട്യൂഷൻ ഇല്ല, അവള് ട്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പാക്കാക്കി വെച്ച് ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഇന്ററാക്റ്റീവ് ആണ്, ഒക്കെയാണ്. താങ്ക് യു മിസ്, വണ്ടർഫുൾ ക്ലാസ്. മാമിന്റെ ക്ലാസ് കേട്ടാൽ നല്ല കാം ആൻഡ് കൂളാ. മാമിന് ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടെന്ന് പറയത്തില്ലായിരുന്നു. അങ്ങനെയില്ല, നമ്മളെ ആരെങ്കിലൊക്കെ സൂപ്പർ, നമ്മളെ വീട്ടില് നമ്മളുടെ ചിലപ്പോ ലൈഫ് പാർട്ട്ണർ ഒക്കെ അല്ലെങ്കിൽ മക്കളൊക്കെ സൂപ്പർ മമ്മോ അല്ലെങ്കിൽ സൂപ്പർ എന്നൊക്കെ പറയുമ്പോഴേക്ക് അതൊരു ട്രാപ്പാ. നമ്മളെ കൊണ്ട് എല്ലാം പണിയെടുപ്പിക്കാനുള്ള ട്രാപ്പാ. നമ്മളെ കയ്യിലെടുക്കുക, നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മള് അപ്പൊ എനിക്കെല്ലാം നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമുക്ക് അങ്ങനെ ഒരു ടൈറ്റില് വന്നു പോയില്ലേ. ഇത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്നറിയോ? വേറെ ഇപ്പൊ ഏത് ടീച്ചേഴ്സ് അല്ല, ആരെയും കുറ്റം പറയുന്നല്ല കേട്ടോ, എല്ലാരും പെട്ടെന്ന് ക്ലാസ് ഡിസ്മിസ് ചെയ്തിട്ട് ഓടുക. അല്ല, അവർക്ക് അവരുടെ ജോലിയുണ്ട്. പക്ഷെ അല്ല, എന്നാലും ഞാൻ പറയണം, അവര് പെട്ടെന്ന് ക്ലാസ് കഴിയും, പിന്നെ ഒരു ഇന്ററാക്ഷൻ, അവിടെ 1 മണിക്കൂർ അത് അപ്പോഴേ. പക്ഷെ മാം ആ ഒരു ടൈം തരുമ്പോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നല്ല കാര്യം. ഇത്രയും ഇത്രയും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടത്, എത്ര നേരം വേണോ നമുക്ക് അവൈലബിൾ മാം. ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളും ഒക്കെ അല്ലേ മാം? അതെ അതെ, അതാണ്
പിന്നെ അതുപോലെ അവരുടെ എന്റെ പാഷൻ ഇതാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്ന നിമിഷം അതെ. എന്റെ ഹസ്ബൻഡ് താഴെ വന്നിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക എന്റെ ഫോണിൽ, ഞാൻ മൈൻഡ് ചെയ്തില്ല. Okay, ma'am. Good night. ഓക്കെ നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. അടുത്ത ഫുഡൊക്കെ കൊണ്ടുവന്ന് തരായിരുന്നു മാം. അത്രയ്ക്ക് ആഗ്രഹം തോന്നുകയാണ് ടീച്ചറോട്. അങ്ങനെ പറയില്ല, അയ്യോ ടീച്ചർ എത്ര സ്ട്രെസ് എടുക്കണോ എന്ന് തോന്നും ഇങ്ങനെ ഇരിക്കുമ്പോ. അറ്റാച്ച്മെന്റ് നമ്മുടെ മാമ എന്താ പറയണ്ടത്? എന്റെ മോനാ ടീച്ചർ. ഗുഡ് നൈറ്റ് ഉമ്മയും തരാൻ വന്നത്. അപ്പൊ ശരി. എനിക്ക് 3 പെൺകുട്ടികളാ മാം. പാലക്കാട് കുട്ടികളോ? 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാ. അപ്പൊ ഇപ്പൊ ടീച്ചറുടെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോ കൊറേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്ഷമയും സഹനശക്തിയും എന്താ പറഞ്ഞാൽ ഇപ്പൊ സൈക്കോളജി ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴാണ് ഞാനിപ്പോ ശരിക്കും പറഞ്ഞ വീട്ടില് 3 ആളെന്ന് വെച്ചാൽ ഒരാൾ 9ാം ക്ലാസ്സാ, അവള് മെച്ചൂർഡായി. രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സാ, അവളിങ്ങനെ ആയിക്കൊണ്ടിരിക്കും, അവള് മതിലിൽ കൂടെ നടക്കുക, അങ്ങനത്തെ സ്വഭാവമാണ്. 3ാമത്തെ ആള് വന്നിട്ട് 3.25 വയസ്സ്, പ്ലേ ക്ലാസ് പോകും. അപ്പൊ എന്റെ ഒരു അവസ്ഥ ഈ എല്ലാ തലത്തിലും കൂടെയാണ് ഞാൻ കടന്നു പോണത്. ഹസ്ബൻഡ് ഒരു ആസ്ട്രോളജറാണ്, മൂപ്പര് ഒരു സർവീസാണ്. അപ്പോ അവരും അവരുടേതായ ജോലിയിലും പഠിക്കാൻ ഒരു സാഗരം തന്നെയാണല്ലോ അസ്ട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ മൂപ്പര് അതിന്റെ സ്റ്റഡീസ് കൊണ്ടുമ്പോ ഞാൻ വാശിക്ക് പുറത്ത് ചേർന്നതാ. എല്ലാരും പഠിക്കണം, എനിക്ക് ഞാൻ ബികോം കഴിഞ്ഞ് എംകോം ചെയ്യുമ്പോ എനിക്ക് ഇവിടെ അച്ഛൻ ബെഡഡ് ആയിരുന്നു. അപ്പൊ അച്ഛയെ നോക്കണം, 90 വയസ്സായിരുന്നു അച്ഛക്ക്. അപ്പൊ അച്ഛയെ നോക്കണം, നമുക്ക് അതല്ലേ വലുത്. അവര് നമ്മളോട് അത്ര ഇന്ന അമ്മ എന്നൊക്കെ ആ വയസ്സുകാലത്ത് അച്ഛൻ വിളിച്ചുകൊണ്ടിരുന്നത്. അത്ര അറ്റാച്ച്ഡ് ആണ് അച്ഛൻ. അതൊരു ഭാഗ്യം. സത്യം പറഞ്ഞ അച്ഛൻ സംസ്കൃത വിദ്വാനാണ് മൂപ്പര്. അവരുടെ ആ ഒരു ഇതും കൂടി ആകുമ്പോൾ നമ്മൾ അങ്ങനെയായി. പിന്നെ എംകോം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേപ്പർ എഴുതാൻ നിൽക്കുമ്പോഴേക്കും കൈ ഒടിഞ്ഞു, അത് എഴുതാൻ പറ്റിയൊക്കെ അങ്ങനെ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ അപ്പൊ വാശിക്ക് പുറത്ത് ചേർന്നാണെങ്കിലും ഇപ്പൊ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ലൈഫിൽ ഞാനിപ്പോ സെറ്റിലായി, ഒരു വീടൊക്കെ എല്ലാം കൊണ്ടും ഒക്കെയാണ്. അപ്പൊ ഒരു വാശിക്ക് പുറത്ത് ചേർന്ന. പക്ഷെ ഇതിലൂടെ എനിക്ക് ഞാൻ പോയില്ല ഒരുപാട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ള നല്ലൊരു കോൺഫിഡൻസ് വന്നു. അവര് 2 ആൾ അമൃതയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവരും ഒക്കെയാണ് ഇപ്പൊ സംസാരിക്കാനും എടുക്കാനും ഒക്കെ ആക്കും. നമുക്കും എത്തണമല്ലോ നമ്മള് വെളിയിലൊക്കെ പോകുമ്പോഴും ഒക്കെ. ഭയങ്കര സന്തോഷമുണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നുള്ളതില്. എന്റെ അവസ്ഥ ഞാൻ പറയണ എല്ലാ തലത്തിലൂടെയും ഇപ്പൊ ടീച്ചർ പറയുമ്പോ ഞാൻ കടന്നു പോവുകയാണ്. എന്താ പറഞ്ഞാൽ 3 ആളും ഓരോരോ വ്യക്തിത്വമാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ വെച്ചാൽ അവർക്കൊക്കെ നമ്മള് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ലൈഫ് കൊണ്ടുപോകാൻ അല്ലേ. അവരൊക്കെ ഓരോ ഫാമിലിയിൽ പോണ ആൾക്കാരാണ്. അപ്പൊ ഞാൻ ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്കത് സാധിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത് കൊടുക്കണമുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ചുകൂടി ഒന്ന് ആവുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയും ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാ. നോക്കൂ എത്ര പേരെ മാനേജ് ചെയ്തിട്ടാ ഞാൻ പോണ് എന്ന് പറയും. താങ്ക് യു മാം. എനിക്ക് എല്ലാവിധ അനുഗ്രഹവും വേണം, നല്ല ക്ഷമ കിട്ടാൻ. ആക്ച്വലി ഞാൻ 2 പെൺകുട്ടികളാ വീട്ടില്. ഭയങ്കര അമ്മ ഒന്നും ചെയ്യിക്കാണ്ട് വളർത്തിയിട്ട് ഇവിടെ വന്നു. ഫാമിലി ആയിരുന്നു. അവിടെ നിന്നും നല്ലതിൽ തന്നെ ദൈവം സഹായിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ക്ഷമയും എല്ലാം കൊണ്ട്. അപ്പൊ മക്കളെ കൊണ്ടും പോകുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമല്ലോ കുട്ടികളെ കാണുമ്പോ. അതെ, സന്തോഷം. ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഓക്കെ എന്നാ എല്ലാരും റെസ്റ്റ് ഒക്കെ എടുക്കും. ഓക്കെ ദെൻ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ് ടീച്ചർ. ഞാനാണെന്ന് പറഞ്ഞ ടീച്ചറത് ക്ലാസ് എടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ടീച്ചറെ. അത് കുഴപ്പമില്ല. സോ നമ്മൾ കുറച്ച് റിലാക്സ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് അത് അങ്ങനെ എംബാരസിങ് അങ്ങനെ ഒരു വിഷമം തോന്നണ്ട. ഞാൻ അത് കഴിഞ്ഞ് അതിലേക്ക് കയറിയപ്പോ ഞാനങ്ങ് മാറി, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് അറിയില്ലായിരുന്നു വേറെ കുട്ടികൾ ക്ലാസ് എടുക്കുന്നുള്ള കാര്യം, അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു സജഷൻ വന്നത് രസ്നയാന്ന് തോന്നുന്നു പറഞ്ഞത്. നന്നായിട്ട് നല്ല കാര്യമാണ്. എനിക്ക് ഇനീഷ്യലി തന്നെ നിങ്ങളെ അങ്ങനെ ഏൽപ്പിക്കാനും എനിക്കൊരു മടിയുണ്ടായിരുന്നു. എല്ലാരും എങ്ങനെ എടുക്കും, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഒരാള് ഞങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു ഒരു ഫീല്. അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ എനിക്കത് കൂടുതൽ ഈസി ആയല്ലോ. എന്താണോ ഞാൻ മനസ്സിൽ വിചാരിച്ച പെട്ടെന്ന് തന്നെ നിങ്ങളത് മനസ്സിലാക്കി അങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. സോ ബി പ്രിപ്പയർഡ് ഫോർ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അത് ചെയ്യാം, നല്ലതായിരിക്കും. കാരണം കുറെ ഞാനിങ്ങനെ മറ്റ് ഡിപ്ലോമ ക്ലാസ്സുകളിൽ ഞാൻ സെമിനാർ ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ചെയ്യാം അതുപോലെ. താങ്ക് യു മിസ്. എന്താ ഉണ്ടാക്കിയത് ഫുഡ്?
ചപ്പാത്തിയാ? ചപ്പാത്തി ഒന്നുമല്ല, ചോറ് തന്നെ വെച്ചു. ഇവിടെ എല്ലാവർക്കും അതിന് ഇഷ്ടം. ചീരത്തോരനും ചോറും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. സത്യം പറയാലോ, ടീച്ചറെ കട്ട് ചെയ്യാനേ തോന്നില്ല. ഇങ്ങനെ നേരം വെളുക്കോളം ടീച്ചർ നോക്കിയിരിക്കണം. ടീച്ചർക്ക് ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ടീച്ചറിന് നേരിട്ട് കാണണമെങ്കിലേ എല്ലാരും കൂടി ടീച്ചറെ സ്നേഹിച്ചു കൊല്ലും, ഉറപ്പാണ്. എല്ലാ ബാച്ചുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിന്. എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് നേരിട്ട് കാണണം. തീർച്ചയായിട്ടും കാണാലോ. നിങ്ങളുടെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വരും. ഫസ്റ്റ് ബാച്ച് വരുന്നുണ്ട്. എവിടെ ടീച്ചറെ നാട്? എവിടെ? നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ. അയ്യോ, ഞാൻ പാലക്കാടാണ് ടീച്ചറെ. ആണോ? പാലക്കാട് നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ കുട്ടികൾ വരുന്നത് പ്രാക്ടിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൺലൈൻ ചെയ്യും, കാണിക്കും. ബട്ട് അവർ ഡിമാൻഡ് ചെയ്തു ഫസ്റ്റ് ബാച്ച്. അവർ ഈ മാസം അവസാനം വരുന്നുണ്ട്. എനിക്ക് 4 കുട്ടികളാണ്. 4ാമത്തെ കുട്ടിക്ക് 1 വയസ്സ്. അതിനെ കൊണ്ടൊക്കെ കാണുന്നത് ആ 4 പേരാണോ? ആണ്. അത് 4 കുട്ടികളാ. മൂത്ത മോന്, പിന്നെ രണ്ടാമത്തത് മോന്, മൂന്നാമത്തെ മോള്, ചെറുത് 1 വയസ്സുള്ള കുട്ടി. അപ്പൊ അങ്ങനെ പോണം. നന്നായി പോകും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഈ സഫിയ ഏത് MT56 ഏത് ബാച്ചായിരുന്നു? 6 ആണോ? 6 അല്ലേ? ഓഗസ്റ്റ് ബാച്ച്. ഓർമ്മയില്ല എന്നെ? എനിക്ക് മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറില്ലേ ചാറ്റ് ബോക്സില്? അതന്നെ. ഓർമ്മയുണ്ട്. ഓക്കെ മിസ്, എന്നാ ഗുഡ് നൈറ്റ്. സത്യമായിട്ടും കട്ട് ചെയ്യാൻ തോന്നാത്തോണ്ടാണ് കട്ട് ചെയ്യാത്തത്. അതെ, ഫുഡ് കൊടുത്തിട്ടില്ല. ഇന്ന് കൊടുത്തിട്ട് വേണം ഉറങ്ങാൻ. എന്റെ ചേച്ചി പാലക്കാടാണ്. പാലക്കാടാണോ? എവിടെയാണ്? മാട്ടുമന്ത. എവിടെ? മാട്ടുമന്ത, മലപ്പുഴ. മലപ്പുറമാണോ? മലപ്പുഴ. മാട്ടുമന്ത എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ലേ. മലപ്പുഴ. അവരുടെ അവിടെ നിന്ന് 3 കിലോമീറ്റർ. മലമ്പുഴയാണ്. അപ്പൊ അടുത്താണ്. ഓക്കെ. മലമ്പുഴക്ക് ടീച്ചർ വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? ചേച്ചിന്റെ വീട്ടിൽ പോകാറുണ്ടോ? പോകാറുണ്ട്. പിന്നെ ഞാനിപ്പം മോള് ഹോസ്റ്റലിലായി അങ്ങനെ എങ്ങനെയൊക്കെ വന്നപ്പോഴേക്കേ പല സമയത്തും പലരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് വെക്കേഷൻ. ഓക്കെ, എപ്പോഴെങ്കിലും എന്തായാലും ടീച്ചറിനെ ഒന്ന് കാണണം. തീർച്ചയായിട്ടും കാണാം, നേരിട്ട് കാണാം. ഓക്കെ, അപ്പൊ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് മക്കൾക്ക് അടുത്തുണ്ടോ? അപ്പൊ അടുത്ത റൂമിലാ? അല്ല, താഴെ ഉണ്ട്. അവരെ മോള് +2. അവൾക്ക് ഇപ്പൊ പ്രാക്ടിക്കൽ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് അവള് ഹോസ്റ്റലിൽ നിന്ന് വന്നു. ഇനി 1-ാം തീയതി ആവുമ്പോ തിയറി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്ക് പോകും. മോൻ 8th സ്റ്റാൻഡേർഡില്. അവരൊക്കെ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അവര് കഴിച്ചോ? ചിലപ്പം വിശന്നാ തന്നെ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യും. ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ടോ അതോ ഗൾഫിലാണോ? ഇല്ല, ഹസ്ബൻഡ് BSNL വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് എറണാകുളത്താണ്. ഒരു 8 മണിയൊക്കെ കഴിയുന്ന സമയത്താണ് രാത്രി എത്താറ്. നൈറ്റ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോ അവർക്ക് ഡിസ്റ്റർബൻസ് ആകില്ലേ? അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവൂല. നമുക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ പറയും, ഈ ദിവസം എനിക്ക് ഈ ടൈമില് ക്ലാസ്സസ് ഉണ്ട്, കാര്യങ്ങൾ മാനേജ് ചെയ്യും. ഓക്കെ, അപ്പൊ ബൈ.